Good afternoon. Good afternoon, Miss. Okay, എല്ലാവരും എത്തിയില്ലേ? ഇതൊക്കെ കഴിഞ്ഞ് എല്ലാവരും എത്തിയോ? കഴിഞ്ഞ ക്ലാസ്സിലുണ്ടായിരുന്നവരൊക്കെ കേറിയോ? ബ്രേക്ക് കഴിഞ്ഞിട്ട് എത്തിയോ? ഓക്കെ. സ്മിത ഉണ്ടായിരുന്നില്ലേ ഇപ്പോ? ഓക്കെ ഓക്കെ ഓക്കെ. മേഘ, സഫിയ, ഷിനു, ആതിര, റെജീന, നിതിയ, പ്രിൻസി ഇവരൊക്കെ എല്ലാ ദിവസവും കയറുന്ന ശരണ്യ. ഓക്കെ, ഇന്ന് നമ്മുടെ പുതിയ ചാപ്റ്റർ നമ്മൾ തുടങ്ങുകയാണ്. മൊഡ്യൂള് 4-ലെ ചാപ്റ്റർ 47 ആണ്. ആൻ ഓവർവ്യൂ ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. മൊഡ്യൂള് 4-ലെ ഫസ്റ്റ് ചാപ്റ്റർ. ഈ മൊഡ്യൂള് 4-ല് 2 ചാപ്റ്ററും കൂടി ഉള്ളൂ. അതോടുകൂടി നമ്മുടെ എന്താ പറയാ ഈ ചാപ്റ്റേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ ജിഷ് ടീച്ചറിന്റെ നേരത്തെ കഴിഞ്ഞായിരുന്നല്ലോ, ചാപ്റ്റർ കഴിഞ്ഞില്ലേ? നിഷ് ടീച്ചറിന്റെ ഇനി ഒരു ചാപ്റ്റർ കൂടിയല്ലേ ഉള്ളൂ അല്ലേ? നിഷ് ടീച്ചറിന്റെ ഒരു ചാപ്റ്റർ അല്ലേ ഉള്ളൂ, പറഞ്ഞില്ലേ? അതെ. അശ്വതി ടീച്ചറിന്റെ ഇനി എത്ര ചാപ്റ്റർ ഉണ്ട് തീരാനായിട്ട്? ഒരെണ്ണുള്ളൂ അല്ലേ? നമുക്കാണ് 2 ഉണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് ഈ മാസം ഉണ്ടല്ലോ, ഈ മാസമല്ല മാർച്ചില് ടൈം ഉണ്ടല്ലോ. ഇത് ഈ പറഞ്ഞ പോലെ എന്താ ഒരു കഥ പോലെയൊക്കെ കേട്ടിരിക്കാൻ പാകത്തിനുള്ള ഒരു ഇതാണ്. നമ്മൾ ഇതിന്ന് ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ ഉള്ളിലേക്ക് കയറി പഠിക്കാനൊന്നുമില്ല. ജസ്റ്റ് ഒരു ഇതുപോലെ നമുക്ക് കേട്ടിരിക്കാൻ എന്തൊക്കെയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, അതിന്റെ മൊത്തത്തിലുള്ള ഒരു അവലോകനം പറഞ്ഞേക്കുന്നേ. ആൻ ഓവർവ്യൂ ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഓവർവ്യൂ എന്ന് വെച്ചാൽ മൊത്തത്തിലുള്ള ഒരു അവലോകനം അല്ലെ? ഹെൽത്തിന്റെയും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെയും ഹോസ്പിറ്റൽ ഭരണത്തിന്റെയും അഡ്മിനിസ്ട്രേഷൻ എന്ന് വെച്ചാൽ അറിയാലോ, ഹോസ്പിറ്റൽ ഭരണത്തിന്റെയും ഒക്കെ ആരോഗ്യത്തിന്റെയും ഒക്കെ മൊത്തത്തിലുള്ള ഒരു അവലോകനം. ആൻ ഓവർവ്യൂ ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഇപ്പൊ ചാപ്റ്ററിന്റെ പേര് എഴുതിക്കേ, ചാപ്റ്റർ 47. ഹെഡിങ് കൊടുത്തേ, ആൻ ഓവർവ്യൂ ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഹെഡിങ് കൊടുത്തോ? അപ്പൊ നമുക്ക് നോക്കാം എന്താണ് അപ്പൊ മൊത്തത്തിലുള്ള ഇവിടത്തെ സ്കോപ്പ് എന്താണ്, അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ മീനിങ് എന്താണ്, അതൊക്കെയാണ് അവിടെ പറഞ്ഞേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആരാണ്, അവർക്കിടെ എന്താണ് അവർക്കിടെ അവിടെ റോൾ എന്താണ്, പിന്നെ അതുപോലെ തന്നെ പ്രിൻസിപ്പിൾ എന്താണ്, ഹെൽത്ത് അഡ്മിനിസ്ട്രേഷന്റെ പ്രിൻസിപ്പിളുകള്, പിന്നെ അതിന്റെ ഒബ്ജക്റ്റീവ്സ്, അതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ നിങ്ങൾക്ക് ചാപ്റ്റർ പ്രിന്റഡ് നോട്ട് എടുത്ത് നോക്കി അറിയാം. നമുക്കിങ്ങനെ ഓരോ പോയിന്റ് ആയിട്ട് ഇങ്ങനെ പ്രിൻസിപ്പിള്, പിന്നെ അങ്ങനെ ഓരോ ഒബ്ജക്റ്റീവ്സ് വേണ്ട, അങ്ങനെ ഓരോ പോയിന്റ് വൈസ് ഇങ്ങനെ തന്നിട്ടുണ്ടെന്നുള്ളൂ. അപ്പൊ നമുക്കത് ജസ്റ്റ് ഒന്ന് വായിച്ച് എന്താണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാം. അല്ലാതെ അതിന്റെ ഉള്ളിലേക്ക് എന്താ ഒരുപാട് ഡീപ്പായിട്ടൊന്നും പഠിക്കാനില്ല. മൊത്തത്തിലൊരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചുള്ളൊരു കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞേക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ നോക്കാം എന്താണ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, അതിന്റെ ഒരു ഡെഫിനേഷന് നമുക്ക് ആദ്യം ഒന്ന് എഴുതാം. പിന്നെ അത് ഫസ്റ്റ് പാരഗ്രാഫിൽ ഇല്ല, ഒരു 2 പാരഗ്രാഫ് സെക്കൻഡ് തേർഡ് റോൾ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അവിടെയാണ് ഒരു ഡെഫിനിഷൻ കൊടുത്തേക്കുന്നത്. ഡെഫിനിഷൻ ആയിട്ട് കൊടുത്തേക്കുന്നത് അത് നമുക്ക് നോട്ടിലേക്ക് ജസ്റ്റ് ഒന്ന് എഴുതാട്ടോ. അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് നോക്കി നിങ്ങള് എവിടെയാണ് ഹെൽത്ത് കെയർ, അതിനുശേഷം നമുക്ക് ഫസ്റ്റിലേക്ക് പോകാട്ടോ. ഇപ്പൊ ജസ്റ്റ് എന്താണ് ആ ഡെഫിനിഷൻ നോക്കിയേ. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ is the management of all the non-clinical functions included in operating a healthcare facility
from daily operations to staffing to budgeting and finance to long-term strategic planning to make sure that the success of the healthcare provider or system. ഇപ്പൊ എന്താണ് ഈ നമ്മള് ഹെൽത്ത് കെയർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ആരോഗ്യ പരിപാലനം, കെയർ എന്ന് വെച്ചാൽ പരിപാലന ഭരണം, അതാണ് ശരി മലയാളത്തിലെ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ആരോഗ്യ പരിപാലന ഭരണം, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ. ഇപ്പൊ എന്താണ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്നൊക്കെ പറയുന്നത്? is okay, healthcare administration is the management of all the non-clinical function, clinical അല്ലാത്ത, not related to ക്ലിനിക്കുമായിട്ട് ചികിത്സാപരമല്ലാത്തത്, ചികിത്സാ സംബന്ധമല്ലാത്തത്, അതാണ് നോൺ ക്ലിനിക്കൽ, അതാണ് നോട്ട് റിലേറ്റഡ് ടു ക്ലിനിക്. അങ്ങനെയുള്ള the management of all non-clinical functions. ഏതൊക്കെയാണ് included in operating a healthcare facility. പിന്നെ ഫ്രം ഡെയിലി ഓപ്പറേഷൻ, സാധാരണ നടക്കുന്ന പ്രവർത്തനങ്ങള്, ടു സ്റ്റാഫിംഗ് ടു ബഡ്ജറ്റിംഗ് ആൻഡ് ഫിനാൻസ്, ബഡ്ജറ്റിംഗ്, സ്റ്റാഫിംഗ്, അതുപോലെ ഫിനാൻസ്, പിന്നെ അതുപോലെ ലോങ് ടൈം സ്ട്രാറ്റജിക് പ്ലാൻ, ദീർഘപരമായിട്ടുള്ള ഒരു സ്ട്രാറ്റജിക് തന്ത്രങ്ങളുടെ ഒരു ആസൂത്രണം, ഇതെല്ലാം ഉള്ള ഒരു മാനേജ്മെന്റ്, ഒരു പ്രവർത്തനമാണ്. ഇതെല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന എന്നിവ ഉൾപ്പെടുന്ന ഒരു മാനേജ്മെന്റ് ആണ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇതിന് എന്തിനു വേണ്ടിയിട്ടാന്ന് നോക്കിയേ? ടു മേക്ക് ഷുവർ ദ സക്സസ് ഓഫ് ദ ഹെൽത്ത് കെയർ പ്രൊവൈഡർ ഓർ സിസ്റ്റം. ആ ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുന്നവരുടെ അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിന്റെ സക്സസിന് വേണ്ടിയിട്ട്, അപ്പൊ ഇപ്പൊ ഇങ്ങനെ ഈ പറഞ്ഞിട്ടുള്ള പ്രവർത്തനങ്ങളുടെയൊക്കെ ഒരു മാനേജ്മെന്റ് ആണ്, ഒരു മാനേജ്മെന്റ് ഓഫ് ഓൾ ദ ഇങ്ങനെയുള്ള നോൺ ക്ലിനിക്കൽ ഫങ്ഷൻസിന്റെ ഒക്കെ ഉള്ള ഒരു മാനേജ്മെന്റിനാണ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. എന്നോട് ഞാൻ പറയാം, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ നടത്തിപ്പിൽ വരുന്ന, ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ അതിന്റെ നടത്തിപ്പിൽ വരുന്ന എല്ലാ നോൺ ക്ലിനിക്കൽ ഫങ്ഷനുകളുടെയും ഒരു മാനേജ്മെന്റ് ആണ്. ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ കീഴിൽ വരുന്ന ഉൾപ്പെടുന്ന എല്ലാ നോൺ ക്ലിനിക്കൽ ഫങ്ഷനുകളുടെയും ഒരു മാനേജ്മെന്റിനാണ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് എന്തൊക്കെയാ വരുന്നത്? ഈ ഫങ്ഷൻസ് ഏതൊക്കെയാ? ഇൻക്ലൂഡഡ് ഇൻ ഓപ്പറേറ്റിംഗ് എ ഹെൽത്ത് കെയർ ഫെസിലിറ്റി. ഓക്കെ, ഡേ ടു ഡേ ആക്ടിവിറ്റീസ്, ദൈനംദിന പ്രവർത്തനങ്ങൾ മുതൽ, പിന്നെ സ്റ്റാഫിങ്, ബഡ്ജറ്റിങ്, ഫിനാൻസ്, പിന്നെ ദീർഘകാലമുള്ള ലോങ് ടേം സ്ട്രാറ്റജിക് പ്ലാനിങ്, ദീർഘകാല തന്ത്രപരമായിട്ടുള്ള പ്ലാനിങ്ങുകളുടെ അതിന്റെ ഒരു ആസൂത്രണം എന്നിവയൊക്കെ ഉൾപ്പെടുന്ന ഒരു പ്രവർത്തനങ്ങളാണ്. എന്നിവയുടെയൊക്കെ ഒരു മാനേജ്മെന്റിനെയാണ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്? ടു മേക്ക് ഷുവർ ദ സക്സസ് ഓഫ് ദ ഹെൽത്ത് കെയർ പ്രൊവൈഡർ ഓർ സിസ്റ്റം. ഹെൽത്ത് കെയർ പ്രൊവൈഡറിന്റെയും ആ സിസ്റ്റത്തിന്റെയും സക്സസ്, വിജയം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ നടത്തിപ്പിൽ ഉൾപ്പെടുന്ന എല്ലാ നോൺ ക്ലിനിക്കൽ ആയിട്ടുള്ളതും ദൈനംദിന പ്രവർത്തനങ്ങള്, ആ നോൺ ക്ലിനിക്കൽ ഓപ്പറേഷൻ ഫങ്ഷൻസിൽ വരുന്നതാണ് കേട്ടോ. ഇങ്ങനെയുള്ള എല്ലാ നോൺ ക്ലിനിക്കൽ ഫങ്ഷൻസിന്റെയും ഒരു മാനേജ്മെന്റിനെയാണ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒരു ഡെഫിനിഷൻ ആയിട്ട് അവിടെ തന്നേക്കുന്നത് കേട്ടോ. മനസ്സിലായോ എന്തെങ്കിലും? ഒന്നുകൂടെ ഞാൻ പറയാം, ശ്രദ്ധിക്കുക. അപ്പൊ എന്താണ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ? എന്താ മലയാളം? എന്താ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ? ആരോഗ്യ പരിപാലന ഭരണം, അഡ്മിനിസ്ട്രേഷൻ, ആരോഗ്യ പരിപാലന ഭരണം എന്നാണ് ശരിക്കും ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് നമുക്ക് ഒരു ചെറുതായിട്ട് നമ്മൾ പറയുവാണെങ്കിൽ, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഓക്കെ, ഈ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന്റെയോ അല്ലെങ്കിൽ ആ സിസ്റ്റത്തിന്റെയോ വിജയം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട്
വിജയം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ നടത്തിപ്പിൽ ഉൾപ്പെടുന്ന എല്ലാ നോൺ ക്ലിനിക്കൽ ഫംഗ്ഷനുകളുടെയും മാനേജ്മെന്റ് ആണ്. എന്താ പറഞ്ഞത്? നമ്മൾ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന്റെയും അല്ലെങ്കിൽ ആ സിസ്റ്റത്തിന്റെയും ഒക്കെ സക്സസ് വിജയം ഉറപ്പാക്കാൻ വേണ്ടിയുള്ള ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ നടത്തിപ്പിൽ ഉൾപ്പെടുന്ന എല്ലാ നോൺ ക്ലിനിക്കൽ ഫംഗ്ഷനുകളുടെയും മാനേജ്മെന്റിനെയാണ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ആ ഡെഫിനിഷൻ കിട്ടിയോ? ഇപ്പൊ നമ്മൾ പറഞ്ഞത് മലയാളത്തിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എഴുതാൻ കിട്ടിയോ? മിസ് അതിങ്ങനെ എല്ലാ നോൺ ക്ലിനിക്കൽ മാനേജ്മെന്റിന്റെയും ഫംഗ്ഷൻ ആണെന്ന് അങ്ങനെ മതിയോ? ഇപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് എഴുതി വെച്ചാൽ മതി. ജസ്റ്റ് ഒന്ന് എന്താണ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളത്. അപ്പൊ ഞാൻ വളരെ ചുരുക്കി ഞാൻ പറഞ്ഞത് ഒരു നോൺ ക്ലിനിക്കൽ ഫംഗ്ഷൻ ആണെന്നല്ലേ പറയുന്നേ? എന്തോ നോൺ ക്ലിനിക്കൽ ഫംഗ്ഷൻ നോൺ ക്ലിനിക്കൽ ഫംഗ്ഷൻ. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന്റെ ആ സിസ്റ്റത്തിന്റെ ഒക്കെ സക്സസ് വിജയം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ നടത്തിപ്പിൽ ഉൾപ്പെടുന്ന എല്ലാ നോൺ ക്ലിനിക്കൽ ഫംഗ്ഷനുകളുടെയും ഒരു മാനേജ്മെന്റ് ആണ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇനി അതിനകത്ത് എന്തൊക്കെയാ വരുന്നത്? നോൺ ക്ലിനിക്കൽ ഫംഗ്ഷൻസിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാ അതിനകത്ത് വരുന്നത്? ഓപ്പറേറ്റിംഗ് ഹെൽത്ത് കെയർ ഫെസിലിറ്റി, സ്റ്റാഫിംഗ്, ബഡ്ജറ്റിംഗ്, ഫിനാൻസ് ആൻഡ് ടു ലോങ് ടേം സ്ട്രാറ്റജിക് പ്ലാനിംഗ് എന്നീ പ്രവർത്തനങ്ങളൊക്കെ ഉൾപ്പെടുന്നതാണ്. അപ്പൊ അങ്ങനെ മൊത്തമുള്ള ഒരു ഈ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ നടത്തിപ്പില് ഉൾപ്പെടുന്ന ഒരു നോൺ ക്ലിനിക്കൽ ഫംഗ്ഷനുകളുടെ ഒരു മാനേജ്മെന്റിനെയാണ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇനി ആ ഫ്രണ്ടിലേക്ക് വന്നേ, ഫസ്റ്റ് പാരഗ്രാഫിലേക്ക് വന്നേ, നോക്കിയേ. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ, ഹെൽത്ത് കെയർ മാനേജ്മെന്റ്, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും സെയിം ആണ് കേട്ടോ. അതാണ് പല ഇതാക്കി തന്നേക്കുന്നത്. ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ, ഹെൽത്ത് കെയർ മാനേജ്മെന്റ് ഓർ ഹോസ്പിറ്റൽ മാനേജ്മെന്റ്. അപ്പൊ എത്ര വേർഡ്സുകൾ അവിടെ വന്നേക്കണേന്ന് നോക്കിയേ. ഓർ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഈസ് ദ ഫീൽഡ് ദാറ്റ് ഈസ് റിലേറ്റഡ് ടു, എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ലീഡർഷിപ്പ്. ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ലീഡർഷിപ്പ് നേതൃത്വം അല്ലെ? ലീഡർഷിപ്പ്, മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് പബ്ലിക് health systems, health care systems, hospital and hospital network in all the primary, secondary and tertiary sectors. And അവിടെയാണ് ഒരു ഫുൾ സ്റ്റോപ്പ് ഉള്ളൂ. ഒറ്റ ഒരു വലിയൊരു സെന്റൻസ് ആക്കിയ തന്നേക്കുന്നത്. ഒന്നോട് നോക്കി ആ സെന്റൻസ് ഒന്ന് നോക്കി ആദ്യം, എന്നിട്ട് അതിന്റെ മീനിങ് നമുക്ക് പറയാം. ഇതെന്താ പറയാ, ഇത് ഇങ്ങനെ പഠിക്കാതെ ഒരു രക്ഷയുമില്ല. അപ്പൊ എന്തായാലും ഡെഫിനേഷൻ ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അതായത് എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ അങ്ങനെ ഡെഫിനേഷൻ ചോദിക്കില്ലല്ലോ. അപ്പൊ നിങ്ങൾ ഒന്നോട് നോക്കി ആ സെന്റൻസ്, ഒരു ലെങ്തി സെന്റൻസ് ആണ് ഇവിടെ തന്നേക്കുന്നത്. ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ, health care administration, health care management or hospital management is the field that is related to, എന്തുമായിട്ട് റിലേറ്റ് ചെയ്ത, leadership, management and administration of public health systems, health care system, hospital and hospital networks in all the primary, secondary and tertiary sectors. ഇതൊന്നും ഞാൻ മീനിങ് പറയാം. ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ, ഹെൽത്ത് കെയർ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എന്നൊക്കെ പറയുന്നത് എല്ലാം ഒരു പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി സെക്ടേഴ്സിൽ, പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ വരുന്ന ഒരു പൊതുജന സംവിധാനങ്ങൾ, പബ്ലിക് ഹെൽത്ത് സിസ്റ്റം അല്ലെങ്കിൽ ഹെൽത്ത് കെയർ, ആരോഗ്യ പരിപാലന സംവിധാനങ്ങള്, ആശുപത്രി അല്ലെങ്കിൽ ഹോസ്പിറ്റൽസ്
ഹോസ്പിറ്റൽ നെറ്റ്വർക്കുകൾ, ഹോസ്പിറ്റൽ ശൃംഖലകൾ എന്നിവയുടെ ഒരു ലീഡർഷിപ്പ്, നേതൃത്വം, മാനേജ്മെന്റ്, അഡ്മിനിസ്ട്രേഷൻ എന്നിവയുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു മേഖലയാണ്. കണ്ടോ, അത്രയും അതിന്റെ ഒരു ഡെഫിനിഷനാണ്. അപ്പൊ അതാണ് ഞാൻ ആദ്യം ആ ചെറിയ ഡെഫിനിഷൻ എനിക്ക് പറഞ്ഞത്. ഇത്രയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഒന്നോട് നോക്കിയേ, അപ്പൊ ആദ്യം ഇതെല്ലാം സെയിം ആ നോക്കുക. ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ, ഹെൽത്ത് കെയർ മാനേജ്മെന്റ് ഓർ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് എല്ലാം എന്താണ്, ഒരു പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി സെക്ടേഴ്സിലുള്ള പൊതുജന ആരോഗ്യത്തിന്റെയും ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെയും ഹെൽത്ത് കെയർ ആരോഗ്യ പരിപാലന സംഘത്തിന്റെയും സംവിധാനങ്ങളുടെയും ഹോസ്പിറ്റൽസിന്റെയും ഹോസ്പിറ്റൽ നെറ്റ്വർക്സിന്റെയും ഒക്കെ നേതൃത്വം, അവയുടെ മാനേജ്മെന്റ്, അതുപോലെ അഡ്മിനിസ്ട്രേഷൻ എന്നിവയുമായി ഒക്കെ ബന്ധപ്പെട്ട് വരുന്ന ഒരു മേഖലയാണ്. ഈസ് റിലേറ്റഡ് ടു എന്തൊക്കെയായിട്ട് റിലേറ്റ് ചെയ്തേക്കുന്ന ലീഡർഷിപ്പ്, മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് പബ്ലിക് ഹെൽത്ത് കെയർ സിസ്റ്റം, ഹോസ്പിറ്റൽ ആൻഡ് ഹോസ്പിറ്റൽ നെറ്റ്വർക്ക് ഇൻ ഓൾ ദ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി സെക്ടേഴ്സ്. അപ്പോ എന്താണ് പറയുന്നത്, ആ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി സെക്ടേഴ്സിലുള്ള എല്ലാ, എന്നിട്ട് പിന്നെ മുകളിലേക്ക് നോക്കാം, എല്ലാ ഏതാണ് എല്ലാ പബ്ലിക് ഹെൽത്ത് കെയർ, ഓക്കെ, എല്ലാ പബ്ലിക് ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെയും, പിന്നെ പബ്ലിക് ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെയും ഹോസ്പിറ്റലിന്റെയും ഹോസ്പിറ്റൽ നെറ്റ്വർക്കിന്റെയും ഒക്കെ എന്നിവയുടെ ഒക്കെ ലീഡർഷിപ്പ്, മാനേജ്മെന്റ്, അഡ്മിനിസ്ട്രേഷൻ എന്നിവയുമായൊക്കെ ബന്ധപ്പെട്ട് വരുന്ന ഒരു മേഖലയാണ് ഈ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇനി ഇവിടെ നോക്കിയ നെക്സ്റ്റ് സെന്റൻസ് നോക്കിയേ, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഫോർമുലേറ്റ്, കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് മെഡിക്കൽ ആൻഡ് ഹെൽത്ത് കെയർ സർവീസ് ഫോർ ഓർഗനൈസേഷൻ ആൻഡ് ബിസിനസ്. അടുത്ത് നോക്കിയേ, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ്, ഹെൽത്ത് കെയർ അവിടെ അടുത്ത നെക്സ്റ്റ് പേജിലേക്ക് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് പഠിക്കാനുണ്ട്. അപ്പൊ ഞാൻ പറയാം ആരാന്നുള്ളത്. ഈ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഫോർമുലേറ്റ്, കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് മെഡിക്കൽ ആൻഡ് ഹെൽത്ത് സർവീസ്. എന്ത് ചെയ്യുന്നു, ഈ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ്മാര് ഓർഗനൈസേഷനും അതുപോലെ തന്നെ ബിസിനസിനും ഒക്കെ വേണ്ടിയിട്ട് മെഡിക്കൽ ഹെൽത്ത് കെയർ സേവനങ്ങളൊക്കെ ഫോർമുലേറ്റ് ചെയ്യുകയും അതിനെ കൺട്രോൾ ചെയ്യുകയും അതിനെ കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആർക്കൊക്കെ വേണ്ടിയിട്ടാണ്, ഓർഗനൈസേഷനും അതുപോലെ തന്നെ ബിസിനസിനും ഒക്കെ വേണ്ടിയിട്ട് മെഡിക്കൽ കെയർ സേവനങ്ങള് അത് രൂപപ്പെടുത്തുകയും മെഡിക്കൽ കെയർ സേവനങ്ങളൊക്കെ രൂപപ്പെടുത്തുകയും അപ്പൊ അവിടെ ഓർഗനൈസ് ചെയ്യുന്നു. ആൻഡ് കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് മെഡിക്കൽ ആൻഡ് ഹെൽത്ത് കെയർ സർവീസ് ഉണ്ടോ, ബിസിനസിന് വേണ്ടിയിട്ട് മെഡിക്കൽ കെയർ സേവനങ്ങൾ ഫോർമുലേറ്റ് ചെയ്യുകയും അതിനെ കൺട്രോൾ ചെയ്യുകയും അതുപോലെ അതിനെ കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇനി ഒരു സെന്റൻസ് കൂടി അവിടെ പറയുന്നുണ്ട് നോക്കി, ആസ് എ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ ഇറ്റ് മാനേജ് ദ ബെനിഫിറ്റ്സ് ഓഫ് എംപ്ലോയീസ് ആസ് വെൽ ആസ് ക്രിയേറ്റ് എ കണക്ഷൻ ബിറ്റ്വീൻ ബെനിഫിറ്റ്സ് ആൻഡ് ഫിസിഷ്യൻ. നോക്കിയേ, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള നിലയില് ഇവിടെ എന്താണ് അവിടെ ബെനിഫിറ്റ്സ്, ഓക്കെ, കണക്ഷൻ ബിറ്റ്വീൻ ദ ബെനിഫിറ്റ്സ് ആൻഡ് ഫിസിഷ്യൻ. അവിടെ ആ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന നിലയിൽ അത് അവരുടെ ജീവനക്കാരുടെ ബെനിഫിറ്റ്സും ആനുകൂല്യങ്ങൾ നിയന്ത്രിക്കുകയും അവിടെ ഫിസിഷ്യന്മാർ തമ്മിലുള്ള ഒരു റിലേഷൻ, ഒരു ബന്ധം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ആസ് എ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ ഇറ്റ് മാനേജ് ദ ബെനിഫിറ്റ്സ് ഓഫ് എംപ്ലോയീസ്. ആ എംപ്ലോയീസിന്റെ ഒക്കെ ബെനിഫിറ്റ്സ്, അവരുടെയൊക്കെ ബെനിഫിറ്റ്സ് മാനേജ് ചെയ്യുകയും അതുപോലെ തന്നെ എന്താ, ആസ് വെൽ ആസ് ക്രിയേറ്റ് എ കണക്ഷൻ ബിറ്റ്വീൻ, ആരൊക്കെ തമ്മിലുള്ള കണക്ഷൻ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ആസ് വെൽ ആസ് ക്രിയേറ്റ് എ കണക്ഷൻ ബിറ്റ്വീൻ, ആരൊക്കെ തമ്മിലുള്ള കണക്ഷൻ ആണ്, ബെനിഫിറ്റ്സ് ആൻഡ് ഫിസിഷ്യൻ. ആ എംപ്ലോയീസിന്റെ ബെനിഫിറ്റ്സും ആ ഫിസിഷ്യനും തമ്മിലുള്ള ഒരു ബന്ധം അവിടെ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. These requirements need a broad background in business skills and specialized knowledge of healthcare field. ഈ ആവശ്യകതകളൊക്കെ ബിസിനസ് സ്കില്ലിന്റെ എങ്ങനെയാണ് ഒരു വിശാലമായ പശ്ചാത്തലവും ഒരു ഹെൽത്ത് കെയർ ഈ ഫീൽഡിനെ കുറിച്ചുള്ള ഒരു നോളജും ആവശ്യമാണ്.
ഇതിനൊക്കെ വേണ്ടിയിട്ട് ഈ കാര്യങ്ങൾക്ക് ദീസ് റിക്വയർമെന്റ്സ് നീഡ് ഈ റിക്വയർമെന്റ്സിനൊക്കെ എന്ത് കാര്യം വേണം? നീഡ് എ ബ്രോഡ് ബാക്ക്ഗ്രൗണ്ട് ഇൻ ബിസിനസ് സ്കില്ലിൽ ഒരു നല്ലൊരു കഴിവ് വേണം. ദിസ് requirement need a broad background in business skill and specialized knowledge of ഹെൽത്ത് കെയർ ഫീൽഡ്. അത് മാത്രം പോരാ, ഹെൽത്ത് കെയർ ഫീൽഡിനെ കുറിച്ച് ഒരു സ്പെഷ്യലൈസ്ഡ് ഒരു പ്രത്യേകമായിട്ടുള്ള അറിവും വേണം. ഈ കാര്യങ്ങൾക്കൊക്കെ these requirements need a broad background in business skills and specialized knowledge of the healthcare field. എന്ത് വേണമെന്നാ പറഞ്ഞേക്കണേ? ഹെൽത്ത് കെയർ ഫീൽഡിനെ കുറിച്ച് ഒരു നല്ലൊരു സ്പെഷ്യലൈസ്ഡ് നല്ല ഗാഢമായിട്ടുള്ള ഒരു അറിവുണ്ടായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ നല്ലൊരു ബിസിനസ് സ്കില്ല്, നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് വേണം. മുൻപ് നല്ല ബിസിനസ്സുകൾ കാര്യങ്ങളൊക്കെ ചെയ്ത് അതിലേക്ക് ഒരു നല്ലൊരു സ്കില്ലും വേണം. ഇതിന് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷനൊക്കെ അഡ്മിനിസ്ട്രേറ്റേഴ്സിനൊക്കെ ആവശ്യമാണ്. ഈ ഒരു കാര്യങ്ങളൊക്കെ ആവശ്യമായിട്ട് വരും. ജസ്റ്റ് നിങ്ങൾ ആദ്യത്തെ ഇത് കേട്ട് പേടിക്കണ്ട. ജസ്റ്റ് എന്താ പറയാ, എന്തായാലും ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഒന്നും വരാൻ പോണില്ല. അപ്പൊ എന്താണ് ഇതിനകത്ത് ഉൾപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കുക. ജസ്റ്റ് ആദ്യം നമ്മൾ പറഞ്ഞത് എന്താണ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് ഉള്ളത്? ഒരു മാനേജ്മെന്റ് ആണ് അല്ലെ, നോൺ ക്ലിനിക്കൽ ഫംഗ്ഷൻ പ്രവർത്തനങ്ങളുടെ ഒരു മാനേജ്മെന്റ് ആണ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്, ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് ആ പാരഗ്രാഫ് നോക്കുക. ഇത് കേട്ട് ഈ ഫസ്റ്റ് പാരഗ്രാഫ് കണ്ടിട്ട് ആരും പേടിക്കേണ്ട കേട്ടോ. ഇനി അടുത്ത് നോക്കിയേ, നേച്ചർ, സ്കോപ്പ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ. എന്തൊക്കെയാണ് നേച്ചർ, എന്താണ് അതിന്റെ സ്കോപ്പ്, എന്താണ് സിഗ്നിഫിക്കൻസ്, എന്തൊക്കെയാണെന്നാണ് ഇത് സെക്കൻഡ് പാരഗ്രാഫിൽ പറയുന്നത്. നേച്ചർ എന്ന് വെച്ചാൽ എന്താ? നേച്ചർ എന്താ? സ്വഭാവം. ഈ ഹെൽത്ത് അഡ്മിനിസ്ട്രേഷന്റെ സ്വഭാവം എങ്ങനെയാണ്, അതിന്റെ സ്കോപ്പ് എങ്ങനെയാണ്, എത്രമാത്രം സ്കോപ്പ് ഉണ്ട്, അതുപോലെ സിഗ്നിഫിക്കൻസ് പ്രാധാന്യം എന്താണ് എന്നുള്ളതൊക്കെയാണ് നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചൊക്കെ വരും. സംഭവമൊക്കെ ഏകദേശം ഒന്നിലേക്കാണ്. നോക്കിയേ, നേച്ചർ, സ്കോപ്പ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ ഓൾസോ കോൾഡ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ. ഇപ്പൊ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷനെ പറയുന്ന മറ്റൊരു പേരാണ് എന്താ? ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ. അല്ലെങ്കിൽ ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാലും ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാലും സെയിം ആണ്. ആൻഡ് ദ മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ ഇൻക്ലൂഡ്സ്, അതുപോലെ തന്നെ മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാലും സെയിം ആണ്, ഇൻക്ലൂഡ്സ് മേക്കിംഗ് ബോത്ത് ഡെയിലി ആൻഡ് ലോങ് ടൈം ഡിസിഷൻ that indicate the healthcare system business strategies. എന്താ പറഞ്ഞേക്കുന്നത്? ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ, മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്നൊക്കെ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ വിളിക്കപ്പെടുന്നുണ്ട്. ഇത് എന്താണ്? നമ്മുടെ ഹെൽത്ത് കെയറിലെ ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങളുടെ ഒരു ബിസിനസ് സ്ട്രാറ്റജീസിനെ സൂചിപ്പിക്കുന്ന ഒരു ഡെയിലി നടക്കുന്ന ദൈനംദിനവും അതുപോലെ ലോങ് ടൈം ആയിട്ടുള്ള ദീർഘകാലവുമായ തീരുമാനങ്ങൾ എടുക്കുന്നത് ഇതിനകത്ത് ഉൾപ്പെടുന്നു എന്നിവ ഉൾപ്പെടുന്ന നെക്സ്റ്റ് അവിടെ കിടക്കുന്നുണ്ട് എന്നിവ ഉൾപ്പെടുന്നു. ഒന്നാമത്തെ അതിനകത്ത് പറഞ്ഞാൽ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാല്, അല്ലെങ്കിൽ ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് വിളിക്കുക, ഇതെല്ലാം സെയിം ആണ്. ഇതെന്ന് പറഞ്ഞാൽ ഈ ഒരു ആൻഡ് മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ ഇൻക്ലൂഡ്സ് മേക്കിംഗ് ബോത്ത് ഡെയിലി ആൻഡ് ലോങ് ടേം ഡിസിഷൻ. ഡെയിലി ദൈനംദിനമായിട്ട് നടത്തുന്നത്, അതുപോലെ തന്നെ ദീർഘകാലം ലോങ് ടൈം ഡിസിഷൻ ദാറ്റ് ഇൻഡിക്കേറ്റ് ദ ഹെൽത്ത് കെയർ സിസ്റ്റംസ്. ഹെൽത്ത് കെയർ സിസ്റ്റത്തിലെ ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങളുടെയും ബിസിനസ് സ്ട്രാറ്റജീസ് തന്ത്രങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു ഡെയിലി നടക്കുന്നതും അതുപോലെ തന്നെ ദീർഘകാലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതും എല്ലാം ഇതിനകത്ത് ഈ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷനിൽ ഉൾപ്പെടുന്നു. Health care administration is the practice which manage, leads, oversees, administrators the operation of dynamic, complex healthcare entities എന്ന് വെച്ചാൽ എന്താണ്? സ്ഥാപനങ്ങൾ എന്നുള്ള അർത്ഥമാണ്. ഹെൽത്ത് കെയർ എൻറ്റൈറ്റീസ് ഇൻക്ലൂഡിംഗ് ഹോസ്പിറ്റൽ, ലോങ് ടൈം കെയർ ഫെസിലിറ്റീസ്, ഹെൽത്ത് കെയർ സിസ്റ്റം, നഴ്സിംഗ് ഹോം, ഫാർമസിസ്റ്റ് ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസ്
പ്രൊവൈഡേഴ്സ്. ഇവിടെ ഒരു സെന്റൻസുകളൊക്കെ ഒരു ഇച്ചിരി ലെങ്തിയിലാണ് കിടക്കുന്നത്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്യണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തോട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇത് കുറച്ചും കൂടി നിൽക്കുന്ന പറയാം. അപ്പൊ നമ്മൾ ആദ്യം എന്താ പറഞ്ഞത്, നേച്ചർ, സ്കോപ്പ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ ആണ് അല്ലെ. അപ്പൊ ഈ ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ, മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്നൊക്കെ പറഞ്ഞാൽ സെയിം ആണ്. അപ്പൊ ഈ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ, ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്നൊക്കെ അറിയപ്പെടുന്നു. ഈ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഹെൽത്ത് കെയർ സിസ്റ്റത്തിലെ ഒരു ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങളെ, ഹെൽത്ത് കെയർ സിസ്റ്റത്തിലെ ബിസിനസ് സ്ട്രാറ്റജീസിനെ സൂചിപ്പിക്കുന്ന ഒരു ബിസിനസ് സ്ട്രാറ്റജീസ്, ബിസിനസ് തന്ത്രങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു ബിസിനസ് തന്ത്രങ്ങളെ സൂചിപ്പിക്കുന്ന ഡെയിലി ആയിട്ടുള്ളതും, ഡെയിലി എല്ലാ ദിവസവും ദൈനംദിനമായിട്ടുള്ളതും അതുപോലെ തന്നെ ലോങ് ടൈം ഡിസിഷൻ, ദീർഘകാലവുമായ തീരുമാനങ്ങൾ എടുക്കുന്നത് ഉൾപ്പെടുന്നു. അതാണ് ആ സെന്റൻസിന്റെ ഒരു ഫസ്റ്റ് ലെങ്തിയാണ് ആ സെന്റൻസിന്റെ മീനിങ്. ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങൾ, ഹെൽത്ത് കെയർ സിസ്റ്റങ്ങളുടെ ബിസിനസ് തന്ത്രങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു ഡെയിലി ആയിട്ടുള്ളതും ലോങ് ടൈം ആയിട്ടുള്ളതും ദീർഘകാലവുമായ തീരുമാനങ്ങൾ എടുക്കുന്നത് ഉൾപ്പെടുന്നു. ഇനി അടുത്ത നെക്സ്റ്റിലേക്ക് വന്നേ. ഇവിടെ നോക്കിയേ, നെക്സ്റ്റിനകത്ത് പറയുന്നത് നെക്സ്റ്റ് സെന്റൻസ് ആണ്. ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ ഈസ് ദ പ്രാക്ടീസ് വിച്ച് മാനേജ്, ലീഡ്സ്, ഓവർസീസ്, അഡ്മിനിസ്ട്രേറ്റ് ദ ഓപ്പറേഷൻ ഓഫ് ഡൈനാമിക്. ഡൈനാമിക് എന്ന് പറഞ്ഞാൽ എന്താ? ചലനാത്മകമായിട്ടുള്ളത്. ഡൈനാമിക് കോംപ്ലക്സ് ഹെൽത്ത് കെയർ എൻറ്റൈറ്റീസ് എന്ന് പറഞ്ഞ സ്ഥാപനങ്ങൾ, എൻറ്റൈറ്റീസ് ഇൻക്ലൂഡിങ് അതായിരിക്കാം ഹോസ്പിറ്റൽ, ലോങ് ടൈം കെയർ ഫെസിലിറ്റി, ഹെൽത്ത് കെയർ ഫെസിലിറ്റി, നഴ്സിംഗ് ഹോം, ഫാർമസിസ്റ്റ് ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡർ. ഇവിടെ ഞാൻ പറയാം, ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞത് ഹോസ്പിറ്റൽ, ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ, ഹോസ്പിറ്റൽ, ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ, പിന്നെ ലോങ് ടൈം കെയർ ഫെസിലിറ്റീസ്, ഹെൽത്ത് കെയർ സിസ്റ്റം. ആ ലാസ്റ്റ് സെന്റൻസ് ആണ്. ഇത് ഇത്തിരി ലെങ്തിയിൽ കിടക്കുന്നത് കൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് അതൊന്ന് ദഹിച്ചെടുക്കാൻ പ്രയാസം വരുന്നത്. ഇംഗ്ലീഷ് നിങ്ങൾക്ക് അറിയാലോ, സെന്റൻസ് എഴുതുമ്പോൾ ബാക്കിൽ നിന്നാണ് നമ്മൾ അതിന്റെ മീനിങ് പറഞ്ഞു പോകുന്നത്. അപ്പൊ ലാസ്റ്റ് സെന്റൻസ് ആണ് നമ്മൾ ആദ്യം അവിടെ പറയുന്നത്. ഹോസ്പിറ്റൽസ്, ലോങ് ടൈം കെയർ ഫെസിലിറ്റീസ്, ഹെൽത്ത് കെയർ സിസ്റ്റംസ്, നഴ്സിംഗ് ഹോംസ്, ഫാർമസിസ്റ്റ് ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സ്, എന്നിവ ഉൾപ്പെടുന്ന അപ്പൊ ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് വരും. ഹോസ്പിറ്റൽ വരും, ലോങ് ടൈം കെയർ ഫെസിലിറ്റീസ്, ഹെൽത്ത് കെയർ സിസ്റ്റം, നഴ്സിംഗ് ഹോംസ്, ഫാർമസിസ് ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സ് എന്നിവ ഉൾപ്പെടുന്ന ഇനി ആദ്യത്തെ ഇതിലേക്ക് വന്നേ. എന്നിവ ഉൾപ്പെടുന്ന ഡൈനാമിക്, ഓക്കെ, ഇതൊക്കെയോ ചലനാത്മകമായ, അതുപോലെ തന്നെ കോംപ്ലക്സ് ഹെൽത്ത് കെയർ എൻറ്റൈറ്റീസ്, സങ്കീർണമായ ആരോഗ്യം എന്നിവയുടെ പ്രവർത്തനങ്ങള് നിയന്ത്രിക്കുകയും നയിക്കുകയും
അതിനെ നയിക്കുകയും കൊണ്ട് മാനേജ് ലീഡ്സ് ആൻഡ് ഓവർസീസ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രാക്ടീസ് വിച്ച് മാനേജ് ലീഡ്സ് ആൻഡ് ഓവർസീസ്. അതിന്റെ മലയാളങ്ങളാണ് നമ്മൾ എഴുതുന്നത്. എന്നിവയുടെ പ്രവർത്തനങ്ങളെയൊക്കെ മാനേജ് ചെയ്യുകയും അതുപോലെ ലീഡ് ചെയ്യുകയും മേൽനോട്ടം വഹിക്കുക ഓവർസീസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതിയാണ്. അതാണ് ആ സെന്റൻസിന്റെ ഫുൾ മീനിങ്. എന്നിവയുടെ പ്രവർത്തനങ്ങളെ മാനേജ് ചെയ്യുകയും ലീഡ് ചെയ്യുകയും ഓവർസീസ് മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്, ചെയ്യുന്ന ഒരു രീതിയാണ്. ഓക്കെ, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. Health care administration is the practice which manage, lead and oversees administration, the operation of dynamic complex healthcare entities including ഏതൊക്കെ ഉൾപ്പെടുന്നതാണ്? ഹോസ്പിറ്റൽ, long term care facilities, health care system, nursing homes, pharmacies and health insurance providers എന്നിവരൊക്കെ ഉൾപ്പെടുന്ന ഡൈനാമിക് ആയിട്ടുള്ളത്, ചലനാത്മകമായിട്ടുള്ളതും കോംപ്ലക്സ് ആയിട്ടുള്ളതും സങ്കീർണമായിട്ടുള്ള ആരോഗ്യം എന്നിവയുടെയൊക്കെ പ്രവർത്തനങ്ങളെ അതിനെയൊക്കെ എന്ത് ചെയ്യുന്നു? മാനേജ് ചെയ്യുന്നതും ലീഡ് ചെയ്യുന്നതും മേൽനോട്ടം ഓവർസീസ് ചെയ്യുന്നതുമായ രീതിയാണ് എന്തെന്ന് പറയുന്ന ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. നോട്ട് ചെയ്യാൻ കിട്ടിയത്? നോട്ട് ചെയ്ത് വെച്ചത് സെന്റൻസിന്റെ ഒരു മീനിങ്. ഓക്കെ, ഇനി നിങ്ങളൊന്ന് വായിച്ചാൽ മതി. നിങ്ങൾ വായിച്ച് തന്നെ ഇതൊന്ന് മനസ്സിലാക്കി എടുക്കണം. എന്തായാലും കാണാതെ പഠിക്കണ്ട, അത് സെന്റൻസ് ഒന്ന് വായിച്ച് എന്താണെന്നുള്ളത്. ഇപ്പൊ നമ്മളിങ്ങനെ ഒരു മീനിങ് പറയുമ്പോൾ നിങ്ങൾ ആദ്യത്തെ കുറച്ചുള്ളൂ ഒരു ടഫ്, പിന്നെ കുഴപ്പമൊന്നുമില്ല ഇനി വരുന്നത്. അപ്പൊ ആദ്യത്തെ ആ ഒരു മൊത്തത്തിലുള്ള ഒരു കാര്യമാണല്ലോ. അപ്പൊ ഒരു എസ്സേ പോലെ തന്നെ നമുക്ക് ഇത് വായിച്ച അതിന്റെ മീനിങ് പറഞ്ഞ് മനസ്സിലാക്കാന്നേ ഉള്ളൂ. മറ്റു രീതിക്ക് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ അല്ല ഇത് കേട്ടോ. അടുത്ത നെക്സ്റ്റ് നോക്കി, അത് ഓരോ പാരഗ്രാഫ് നമുക്ക് ഇങ്ങനെ ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കാം. അപ്പൊ കുറച്ച് നിങ്ങൾ അതൊന്ന് വായിച്ച് കുറച്ചെടുത്താൽ മതി നമുക്കപ്പോ ആ പാരഗ്രാഫ് ഒന്ന് വായിച്ച് ഈ മലയാളത്തിൽ നമ്മൾ എഴുതി വെച്ചതും കൂടി ഒന്ന് വായിച്ച് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്ത് നോക്കിയേ, ദ ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ ഇൻവോൾവ്സ്. ഇനി ഇമ്പോർട്ടൻസ് എന്താ പറയുന്നത്? ഇതിന്റെ പ്രാധാന്യം എന്താണെന്ന് നോക്കിയേ. ഇൻവോൾവ്സ് ഹെൽപ്പിംഗ് എ ഫെസിലിറ്റി ഓപ്പറേറ്റ് ഡെയിലി, preparing programs for the public, training new employees and assisting every patient. അതാണ് ഈ ഹെൽത്ത് അഡ്മിനിസ്ട്രേഷന്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്. ദ ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ എന്താണ്? അപ്പോ ദിവസേന ഒരു ഫസ്റ്റ് തന്നേക്കുന്ന നോക്കിയ അഡ്മിനിസ്ട്രേഷൻ ഇൻവോൾവ്സ് ഹെൽപ്പിംഗ് എ ഫെസിലിറ്റി ഓപ്പറേറ്റ് ഡെയിലി. ഒരു എന്താ പറയാ, ഒരു ദിവസേന ഒരു സൗകര്യങ്ങളൊക്കെ പ്രവർത്തിപ്പിക്കാൻ വേണ്ടി സഹായിക്കാം. ഓപ്പറേറ്റ് ചെയ്യാൻ, ഓപ്പറേറ്റ് ഡെയിലി, ദിവസേനയുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ സഹായിക്കുക. ദിവസേന നടക്കുന്ന ഫെസിലിറ്റീസ് ഒക്കെ ഒന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ സഹായിക്കുക, പ്രവർത്തിപ്പിക്കാൻ സഹായിക്കാം. പിന്നെ രണ്ടാമത്തെ എന്താ പറഞ്ഞാൽ പ്രിപ്പയറിംഗ് പ്രോഗ്രാം ഫോർ ദ പബ്ലിക്. പൊതുജനങ്ങൾക്കായിട്ടുള്ള പ്രോഗ്രാം പ്രിപ്പയർ ചെയ്യുക, പൊതുജനങ്ങൾക്കായി പരിപാടികൾ തയ്യാറാക്കുക, പ്രോഗ്രാം പ്രിപ്പയർ ചെയ്യുക. പ്രിപ്പയറിംഗ് പ്രോഗ്രാം ഫോർ ദ പബ്ലിക്, പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം പ്രിപ്പയർ ചെയ്യുക. പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്? ട്രെയിനിങ് ചെയ്യുക. ആരെയാ? ട്രെയിനിങ് ന്യൂ എംപ്ലോയീസ് ആൻഡ് അസിസ്റ്റിംഗ് എവരി പേഷ്യന്റ്. എല്ലാ പുതിയതായിട്ട് വരുന്ന എല്ലാ എംപ്ലോയീസിനെയൊക്കെ ട്രെയിനിങ് നടത്തുക, ട്രെയിനിങ് കൊടുക്കുക അവർക്ക്. പിന്നെ എല്ലാ പേഷ്യൻസിന്റെയും എന്ത് ചെയ്യുക? അസിസ്റ്റ് ചെയ്യുക. അസിസ്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ എന്നാ? അസിസ്റ്റ്, സഹായിക്കുക, എല്ലാ പേഷ്യന്റിനെയൊക്കെ സഹായിക്കുക. അതാണ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, അതിന്റെ പ്രാധാന്യം. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്? ഫസ്റ്റ് എന്താ പറഞ്ഞത്? ഡെയിലി ഉള്ള ഓപ്പറേഷൻസിനെയൊക്കെ ഒരു അതിന്റെ ഫെസിലിറ്റി, ഡെയിലി നടത്തുന്ന ഓപ്പറേഷൻ, അവിടെ നടത്തുന്ന പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് സഹായിക്കാം പ്രവർത്തിപ്പിക്കാനായിട്ട്. ആ ഒരു ഫെസിലിറ്റി പ്രവർത്തിപ്പിക്കാൻ സഹായിക്കുക, അവിടെയുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഒന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ സഹായിക്കുക. അതായത് ഹെൽപ്പിംഗ് എ ഫെസിലിറ്റി ഓപ്പറേറ്റ് ഡെയിലി,
ഡെയിലി നടത്തുന്ന അവിടെ ഡെയിലി ചെയ്യുന്ന സംവിധാനങ്ങൾ അതൊക്കെ ഒന്ന് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുക. രണ്ടാമത്തെ എന്താ പറഞ്ഞേക്കുന്നേ? പ്രോഗ്രാംസ് ഫോർ ദ പബ്ലിക്. പൊതുജനങ്ങൾക്കായിട്ടുള്ള പ്രോഗ്രാംസ് തയ്യാറാക്കുക. പ്രിപ്പയറിംഗ് പ്രോഗ്രാംസ് ഫോർ ദ പബ്ലിക്. പബ്ലിക്കിനുള്ള പ്രോഗ്രാമുകളൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്യുക. പിന്നെ അടുത്ത എന്താ പറഞ്ഞേക്കുന്നത്? ട്രെയിനിങ്. പുതിയ എംപ്ലോയീസിനെയൊക്കെ എന്ത് ചെയ്യുക? ചെയ്യുക. പിന്നെ എന്ത് ചെയ്യുക? ലാസ്റ്റ് എന്താ പറഞ്ഞേക്കുന്നേ? അസിസ്റ്റിംഗ് എവരി പേഷ്യന്റ്. എല്ലാ പേഷ്യന്റിനെയും ഒന്ന് അസിസ്റ്റ് ചെയ്യുക, സഹായിക്കുക. ഇതൊക്കെ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷന്റെ ഇമ്പോർട്ടൻസില്, പ്രാധാന്യത്തില് ഉൾപ്പെടുന്ന കാര്യമാണ്. ഇനി അടുത്ത നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് വന്നേ. റോൾ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ റോൾ എന്താണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഹോസ്പിറ്റൽ ഭരണസമിതി, ഒരു ഭരണമാണല്ലോ അവിടെ. എല്ലാ കാര്യങ്ങളെയും കൺട്രോൾ ചെയ്ത് കോർഡിനേറ്റ് ചെയ്യുന്നൊക്കെ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്, അഡ്മിനിസ്ട്രേഷൻ ആണ് അവിടുത്തെ. എല്ലാ ഡെയിലി നടക്കുന്ന കാര്യങ്ങൾ എല്ലാത്തിനെയും മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നൊക്കെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. അപ്പൊ അങ്ങനെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ റോൾ എന്താണ്, അതിന്റെ പങ്ക് എന്താണെന്ന് പറഞ്ഞേക്കുന്നത് നോക്കിയേ. Hospital administrators are accountable for organizing and supervising the health service and everyday activities of a hospital or health care facility. എന്താ പറഞ്ഞേക്കുന്നത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. അപ്പൊ ഈ അഡ്മിനിസ്ട്രേഷനെ ഒക്കെ കൺട്രോൾ ചെയ്യുന്ന, നിയന്ത്രിക്കുന്നത് ആരാ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ് അല്ലെ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ് അതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ അക്കൗണ്ടബിൾ എന്ന് വെച്ചാൽ ഉത്തരവാദിത്തം എന്തൊക്കെയാന്ന് നോക്കിയേ. ഹോസ്പിറ്റൽ administrators are accountable for organizing and supervising the health service. അപ്പൊ ഒരു ഉത്തരവാദിത്തം എന്താണ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ? എന്തിനു ഉത്തരവാദിത്തപ്പെട്ടവരാണ്? For organizing and supervising the health service. ഹെൽത്ത് സർവീസിനെ, അതർ സർവീസ് ഒക്കെ ഓർഗനൈസ് ചെയ്യാനും അതിനെ ഒന്ന് സൂപ്പർവൈസ് ചെയ്യാനും ഒക്കെ ഉത്തരവാദിത്തമുള്ള ആളാണ്. ആൻഡ് എവരിഡേ ആക്ടിവിറ്റീസ് ഓഫ് എ ഹോസ്പിറ്റൽ ഓർ ഹെൽത്ത് കെയർ ഫെസിലിറ്റി. അതുകൂടാതെ ആ ഒരു ഹോസ്പിറ്റലിൽ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും, ഡേ ടു ഡേ എവരിഡേ ആക്ടിവിറ്റീസ്, എല്ലാ പ്രവർത്തനങ്ങളെയും സംഘടിപ്പിക്കുന്നതും അതുപോലെ തന്നെ അതിനും ഒരു മേൽനോട്ടം കൊടുക്കാൻ പറ്റുന്ന ഒരാളാണ് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഒരു ഹോസ്പിറ്റലിലെയോ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെയോ ആരോഗ്യ സേവനങ്ങളുടെയൊക്കെ എന്താണ്, ഒരു ഹോസ്പിറ്റലിലെയോ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെയൊക്കെ ഡെയിലി നടത്തുന്ന ഒരു എവരിഡേ ആക്ടിവിറ്റീസ്, ദൈനംദിന പ്രവർത്തനങ്ങൾ അത് സംഘടിപ്പിക്കുന്നതിനും മേൽനോട്ടം വഹിക്കുന്നതും ഒക്കെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ ഉത്തരവാദിത്വത്തിൽ വരുന്ന കാര്യമാണ്. Say accountable for organizing and supervising health services and everyday. അപ്പൊ എന്തൊക്കെ ഓർഗനൈസ് ചെയ്യണം? ഹെൽത്ത് സർവീസസ്, എവരിഡേ ആക്ടിവിറ്റീസ് ഓഫ് ദ ഹോസ്പിറ്റൽ, അതുപോലെ തന്നെ ഹെൽത്ത് കെയർ സർവീസസ്, ഇതിനെയൊക്കെ ഓർഗനൈസ് ചെയ്യുകയും സൂപ്പർവൈസ് ചെയ്യാനുള്ള ഉത്തരവാദിത്തപ്പെട്ട ഒരാളാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ്. ഫസ്റ്റ് സെന്റൻസ് മനസ്സിലായോ? മനസ്സിലായി. ഒന്നവിടെ നോക്കിയപ്പോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്ന അവരുടെ ഒരു ഉത്തരവാദിത്തം എന്താണ്? ഈ അവിടെ ഹെൽത്ത് കെയർ സർവീസസ്, എവരിഡേ ആക്ടിവിറ്റീസ്, ഹെൽത്ത് കെയർ സർവീസസ്, ആരോഗ്യ കേന്ദ്രങ്ങൾ, അവര് സേവനങ്ങളുടെയും ആരോഗ്യ സേവനങ്ങളുടെയും ഹെൽത്ത് കെയർ എവരിഡേ ആക്ടിവിറ്റി, ഹോസ്പിറ്റലിൽ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളുടെയും ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെയൊക്കെ കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യാനും അതിനെയൊക്കെ ഒന്ന് സൂപ്പർവൈസ് ചെയ്യാനും ഒക്കെ ഉത്തരവാദിത്തപ്പെട്ട ആളാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ്. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ, ഇത് നമ്മളിപ്പോ പറഞ്ഞതാണ്. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ ഈസ് ദ മാനേജ്മെന്റ് ഓഫ് ഓൾ ദ നോൺ ക്ലിനിക്കൽ ഫങ്ഷൻസ് അല്ലെ? എല്ലാ നോൺ ക്ലിനിക്കൽ ഫങ്ഷനെയും ഒരു മാനേജ്മെന്റ് ആണ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ. ഇപ്പൊ എന്താ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്? എല്ലാ
എല്ലാ നോൺ ഒരു എല്ലാ നോൺ ക്ലിനിക്കൽ ഫങ്ഷൻസിന്റെയും പ്രവർത്തനങ്ങളുടെ ഒക്കെ ഒരു മാനേജ്മെന്റ് ആണ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ. ഇൻക്ലൂഡ് ദ ഓപ്പറേറ്റിംഗ് അത് ഏതൊക്കെയാണ് ഉൾപ്പെടുത്തുന്നത്? നോൺ ക്ലിനിക്കൽ ഫങ്ഷൻസ് ഏതൊക്കെയാണെന്നാ പറഞ്ഞേക്കുന്നത്. നോൺ ക്ലിനിക്കൽ ഫങ്ഷൻസ് ഇൻക്ലൂഡ് ഇൻ ഓപ്പറേറ്റിംഗ് എ ഹെൽത്ത് കെയർ ഫെസിലിറ്റി ഫ്രം ഡെയിലി ഓപ്പറേഷൻസ് to staffing, to budgeting and finance, to long-term strategic planning. ഇതെങ്ങനെയുള്ള എല്ലാ നോൺ ക്ലിനിക്കൽ ഫങ്ഷൻസിന്റെയും മാനേജ്മെന്റ് ആണ്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു മേക്ക് ഷുവർ ദ സക്സസ് ഓഫ് ഹെൽത്ത് കെയർ പ്രൊവൈഡർ ഓർ സിസ്റ്റം. ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന്റെ അല്ലെങ്കിൽ ആ സിസ്റ്റത്തിന്റെ ഒക്കെ സക്സസിന് വേണ്ടി, ഷുവർ സക്സസിന് വേണ്ടിയിട്ട് ആണ് ഈ എല്ലാ കാര്യങ്ങളും എല്ലാ പ്രവർത്തനങ്ങളെയും മാനേജ്മെന്റ്. ഇതാണ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങള് ഈ ഒരു പറഞ്ഞ ഒരു 2 പാരഗ്രാഫ് ഒന്ന് നോക്കി നിങ്ങള്. നേച്ചർ ഇത് വായിച്ചു നോക്കിയേ. നമുക്കിത് ഇങ്ങനെ പറയാനേ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ ഇത് പറയുമ്പോ നമ്മളിപ്പോ കുറച്ച് എടുത്താൽ മതി. എന്തോ സിമ്പിളായിട്ട് ഒന്ന് ആ പേജിൽ ചുരുക്കം ഒന്ന് പറയാമോ മൊത്തമായിട്ട് മിസ്സേ? അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ആ സെന്റൻസ് വൈസ് പറയുമ്പോൾ നിങ്ങൾ ഇപ്പൊ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. മലയാളത്തിലാണെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അല്ലാതെ ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒറ്റ സെന്റൻസിലോ 2 സെന്റൻസിലോ പറഞ്ഞു തീർക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങളിപ്പോ പറയുന്നത് ഓരോ ഹെഡിങ് കൊടുത്തിട്ട് അതിന്റെ കീഴിൽ നമ്മൾ പറയുന്ന കാര്യങ്ങള് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്ക് 1-2 പേജ് നമുക്കൊരു ക്ലാസ്സിൽ എടുത്താൽ മതി. സാരില്ല, നമുക്ക് തീർന്ന നോട്ട് തരുമോ? ഏതാണ് ഇതിന്റെ വേറെ നോട്ട് തരുമോ ഞങ്ങക്ക്? ഇതിന്റെ വേറെ നോട്ട് എന്ന് പറഞ്ഞാൽ ഇതിൽ തന്നെ നമുക്ക് ഒന്ന് ചെയ്യാനേ പറ്റത്തുള്ളൂ. അല്ലാതെ വേറെ ഇപ്പൊ ഇത് നമ്മളപ്പോ ഫസ്റ്റ് ഹെൽത്ത് കെയർ ഇത് അഡ്മിനിസ്ട്രേഷൻ എഴുതിയില്ലേ, ഇനി അടുത്ത് ഇതുപോലെ തന്നെ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ പറയുമ്പോൾ അതിന്റെ നോട്ട്, അങ്ങനെ അതിന്റെ ഒപ്പത്തിന് ഷോർട്ട് ആയിട്ടുള്ളതുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഒപ്പം തന്നെ എഴുതി പോകാം കേട്ടോ. അപ്പൊ നിങ്ങളിപ്പോ റോൾ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞ ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് അതിന്റെ താഴെ നമുക്ക് മനസ്സിലാവുന്ന മലയാളത്തിൽ നമ്മൾ പറയുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഇത് വായിക്കുമ്പോൾ നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന നോട്ടും ഈ സെന്റൻസും കൂടി ഒന്ന് കമ്പയർ ചെയ്ത് വായിച്ച് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. അത്രേ ഇതിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നുവെച്ചാൽ ഒരു എസ്സേ പോലെ ഇങ്ങനെ കിടക്കുന്ന ഒരു ടോപ്പിക്കാണ് ഇത്. നമുക്കിപ്പോ മറ്റേതൊക്കെ പഠിച്ച രീതിയിലൊക്കെ നിങ്ങൾക്ക് അത്ര പെട്ടെന്ന് ദഹിക്കാനോ, അതിലെല്ലാ സെന്റൻസും ലെങ്തി ആയിട്ടാ കിടക്കുന്നത്, ചെറിയ ഷോർട്ട് ആയിട്ടല്ല. അപ്പൊ അതുപോലെ നമുക്ക് ഈ രീതിയിൽ തന്നെ നമുക്ക് പറയാനേ പറ്റുള്ളൂ. അപ്പൊ ഓരോന്നും പറയുമ്പോൾ നിങ്ങളൊന്ന് മലയാളത്തിലാണെങ്കിലും നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങൾ വായിക്കുമ്പോൾ അതും കൂടി ആ നോട്ട് ബുക്കും കൂടി എടുത്തു വെച്ച് 2 കൂടി ഒന്ന് കമ്പയർ ചെയ്ത് ഒന്ന് പഠിക്കുക. ഓക്കെ, ഇപ്പൊ ഇത് 2 നിങ്ങളൊന്ന് നോക്കുക കേട്ടോ. ഈ നേച്ചർ, സ്കോപ്പ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ, പിന്നെ റോൾ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള ആ 2 ഒന്ന് വായിച്ചു നോക്കി നിങ്ങൾ. നിങ്ങളിപ്പോ എഴുതി വെച്ചേക്കുന്ന നോട്ടും കൂടി എടുത്ത് നിങ്ങൾ വീട്ടിൽ വായിക്കുമ്പോൾ ആ ജസ്റ്റ് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അതും ഈ സെന്റൻസ് വായിച്ച് അതുകൂടി ഒന്ന് കമ്പയർ ചെയ്ത് നിങ്ങൾ വായിച്ചൊന്ന് മനസ്സിലാക്കി വെക്കാം. ഇതിന്ന് എന്താ പറയാ, എന്തായാലും എസ്സേ ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് വേറെ ഇതില്ല. പിന്നെ നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് നമ്മൾ എല്ലാ ദിവസവും 5 വീതം ഇടുമല്ലോ. പിന്നെ ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൽ നിന്നുള്ള എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നമുക്ക് എഴുതി പോകാം. ഓക്കെ, അല്ലാതെ നമുക്ക് ഇതിന്റെ ഇപ്പൊ എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് ഇനി വേറൊരു എക്സ്ട്രാ നോട്ട് വേണ്ട. ഇപ്പൊ ഇത് പറയുമ്പോൾ തന്നെ നമുക്ക് അങ്ങനെ ഷോർട്ട് ചെയ്ത് എഴുതാനുള്ളതാണെങ്കിൽ ഇതിന്റെ ഒപ്പം തന്നെ എഴുതി പോകാം. പിന്നെ നമുക്ക് മാക്സിമം 1 വേർഡ്സുകൾ ഇതിൽ നിന്ന് നോക്കാം. അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അല്ലേ ഉണ്ടാവത്തുള്ളൂ എക്സാമിന്. ഓക്കെ, ഇനി അടുത്തൊന്ന് നോക്കിയേ. അപ്പൊ അത് നിങ്ങളൊന്ന് എഴുതി വെച്ചോ. നെക്സ്റ്റ് സെന്റൻസ് ഹെഡിങ് ഒന്ന് കൊടുത്തിട്ട് ആരാണ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്നുള്ളത്
താഴെ ഒന്ന് എഴുതാം. അതൊരു ഷോർട്ട് ചെയ്ത് നമുക്ക് എഴുതാം. ഒറ്റ സെന്റൻസ് ഒന്ന് എഴുതി വെക്കാം അവിടെ. ഞാനിത് മാക്സിമം നിങ്ങൾക്ക് സിമ്പിൾ ആക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ കിട്ടുന്ന നോട്ട്സുകൾ ഞാൻ വേറെ എക്സ്ട്രാ എഴുതി വെക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇപ്പൊ ഇതിന്റെ ഒപ്പം തന്നെ ഡിറ്റേറ്റ് ചെയ്ത് ഞാൻ പോകാം. പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ്, വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഓരോന്നിനും ചോദിച്ചിട്ടുള്ളതും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഞാൻ നോക്കട്ടെ. അപ്പൊ ഈ ഒരു ചാപ്റ്റർ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ മോക്ക് ടെസ്റ്റ് അല്ലാതെ നമുക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യൻസുകളൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ചെയ്ത് പോകാം. അപ്പൊ അത് ചെയ്യുമ്പോൾ ഒന്നോട് നമുക്ക് ഇതൊക്കെ ഒന്ന് റിവിഷൻ ചെയ്ത് പോകാം. കിട്ടുന്ന ടൈം അനുസരിച്ച് നമുക്ക് ചെയ്യാം കേട്ടോ. വിഷമിക്കൊന്നും വേണ്ട. ഇതിപ്പോ എന്തായാലും ഇങ്ങനെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ചില ഇപ്പൊ തേർഡ് മൊഡ്യൂളിലും ഫോർത്തിലും തേർഡിലും ഒക്കെ മിക്ക ചാപ്റ്റേഴ്സും ഇങ്ങനെ തന്നെയല്ലേ, കുറേ ഇല്ലേ ചാപ്റ്ററിന്റെ നമ്പർ ഓഫ് പേജസ് കൂടുതലല്ലേ, പേജസ് കൂടുതലാണ്, കോമൺ ആയിട്ടുള്ളതുമാണ് പറയുന്നത്. അടുത്ത എഴുതിക്കോ, വാട്ട് ഈസ് എ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ്. അതാണ് ഹെഡിങ്. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ ആരാണ്? ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ സെന്റൻസ് എഴുതിക്കോട്ടോ. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ is also known as medical, medical or health service manager. Medical or health service manager. അപ്പോ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് അറിയപ്പെടുന്ന മറ്റു പേരുകൾ ഏതൊക്കെയാണ്? മെഡിക്കൽ സർവീസ് മാനേജർ അല്ലെങ്കിൽ ഹെൽത്ത് സർവീസ് മാനേജർ എന്നൊക്കെ അറിയപ്പെടുന്നത് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഈസ് ഓൾസോ നോൺ ആസ് മെഡിക്കൽ ഓർ ഹെൽത്ത് സർവീസ് മാനേജർ. He is in, next sentence ആണ് ട്ടോ, full stop. Next sentence, he is in ഒന്നോടും പറഞ്ഞ മിസ് ഫസ്റ്റ് സെന്റൻസ്. ഫസ്റ്റ് സെന്റൻസ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ is also known as healthcare administrator is also known as a medical or health service manager. Medical or health service manager. Medical or health service manager. He is, next full stop on next sentence. He is in charge of overseeing the everyday മേൽനോട്ടം വഹിക്കുക, overseeing the everyday administrative task. Administrative, ADMINISTRATIVE. Administrative task, TASKS. At hospitals. Administrative task at hospitals and other healthcare facilities.
task at a hospital and other health care facilities. Everyday administrative task. ADMINISTRATIV. Administrative task at hospital. ഹോസ്പിറ്റലിൽ നടക്കുന്ന എല്ലാ ഭരണപരമായിട്ടുള്ള ടാസ്കുകളിലും task at hospital and other health care facilities. അതിലെല്ലാ കാര്യങ്ങളിലും എല്ലാ ഹോസ്പിറ്റലിൽ നടക്കുന്ന എല്ലാ എവരിഡേ എല്ലാ അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കുകളും മറ്റുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലും ഒക്കെ അതിനെയൊക്കെ മേൽനോട്ടം വഹിക്കാനുള്ള ഒരു ചാർജ് ഉള്ള ഒരാളാണ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. പിന്നെ ഇതിന് മുന്നേ നമ്മളൊരു ഡെഫിനിഷൻ പഠിച്ചായിരുന്നല്ലോ, നോക്കിയേ, hospital administrator are accountable for organizing and supervising the health service and everyday activities of a hospital or health care facility. അതാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഇതും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ അദ്ദേഹം എന്താണ് ഉത്തരവാദിത്തമുള്ള ആളാണ്. എന്തിന്? Organizing and supervising the health services and everyday health services, അതുപോലെ തന്നെ എല്ലാ എവരിഡേ ഹോസ്പിറ്റലിൽ നടക്കുന്ന ആക്ടിവിറ്റീസ്, അതോ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിനെയൊക്കെ ഓർഗനൈസ് ചെയ്യാനും അതിനെയൊക്കെ സൂപ്പർവൈസ് മേൽനോട്ടം വഹിക്കാനും ഒക്കെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. ഇനി നെക്സ്റ്റ് ഈ പാരഗ്രാഫിലേക്ക് ഒന്ന് വന്നേ നിങ്ങള്. പാരഗ്രാഫിലേക്ക് പോവാം. What is a healthcare administrator? ഇമ്പോർട്ടൻസ് നമ്മൾ പറഞ്ഞു, ഇമ്പോർട്ടൻസ് പറഞ്ഞില്ലേ? നോക്കാം. Okay. Healthcare administrators work behind the curtain to make extensive decision for the healthcare facility or institution. എന്താ പറഞ്ഞേക്കുന്നത്? ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് വർക്ക് ബിഹൈൻഡ് ദ കർട്ടൻ ടു മേക്ക് എക്സ്റ്റെൻസീവ് ഡിസിഷൻ ഫോർ ദ ഹെൽത്ത് കെയർ ഫെസിലിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ. എക്സ്റ്റെൻസീവ് എന്ന് പറഞ്ഞാൽ എന്താ? വളരെ വിപുലമായിട്ടുള്ളത്. മീനിങ് എക്സ്റ്റെൻസീവ്, വളരെ വിപുലമായിട്ടുള്ള. ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത് ഹെൽത്ത് കെയർ, ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിക്കോ ഹെൽത്ത് കെയർ സൗകര്യത്തിനോ അതുപോലെ തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ വേണ്ടിയിട്ട്, ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിക്കോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനോ, ഹെൽത്ത് കെയർ ഫെസിലിറ്റിക്കോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനോ വേണ്ടി ഒരു എക്സ്റ്റെൻസീവായ, അതായത് വിപുലമായ ഡിസിഷൻ എടുക്കുന്നതിന്, തീരുമാനങ്ങൾ എടുക്കുന്നതിന്, വിപുലമായിട്ടുള്ള ഒരു തീരുമാനങ്ങൾ എടുക്കുന്നതിന് എവിടെ വർക്ക് ചെയ്യുന്നു എന്നാ പറഞ്ഞേക്കണേ? വർക്ക് ബിഹൈൻഡ് ദ കർട്ടൻ, ഒരു തിരശ്ശീലയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നവരാണ്, പിന്നിൽ പ്രവർത്തിക്കുന്നു. Healthcare administrators work behind the curtain to make extensive decision. ഒരു വിപുലമായ തീരുമാനം എടുക്കാൻ. എന്തിനു വേണ്ടിയാ? ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോ വേണ്ടി ഒരു വിപുലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ഒരു കർട്ടൻ അല്ലെങ്കിൽ ഒരു തിരശ്ശീലയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നു. അതാണ് ഫസ്റ്റ് സെന്റൻസിന്റെ മീനിങ്. ഒന്ന് നോട്ട് ചെയ്താ? കിട്ടിയോ? ഫസ്റ്റ് സെന്റൻസ് കിട്ടിയോ? ഫസ്റ്റ് സെന്റൻസ് കിട്ടിയോ? ഒന്നുകൂടി പറയാം മിസ്സേ. ഓക്കെ.
ഒന്നുകൂടെ നോക്കിക്കോ. ഹെൽത്ത് കെയർ ഫെസിലിറ്റിക്കോ, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് പറയുന്നത്, ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിക്കോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോ ഒരു സ്ഥാപനത്തിനോ, ഹെൽത്ത് കെയർ ഫെസിലിറ്റിക്കോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോ വേണ്ടി ഒരു എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള, ഒരു വിപുലമായിട്ടുള്ള ഡിസിഷൻ, തീരുമാനങ്ങൾ എടുക്കാൻ, വിപുലമായിട്ടുള്ള ഒരു തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് എവിടെ വർക്ക് ചെയ്യുന്നു എന്നാ പറഞ്ഞേക്കുന്നേ? തിരശ്ശീലയ്ക്ക് പിന്നിൽ, കർട്ടൻ, ബിഹൈൻഡ് ദ കർട്ടൻ, ഒരു തിരശ്ശീലയ്ക്ക് പിന്നില് പ്രവർത്തിക്കുന്നവരാണ്. നേരെ ഡയറക്റ്റ് അവർ ചെയ്യുകയല്ല, അവരെന്തിന്റെങ്കിലും ഒന്ന് ബാക്കിൽ നിന്ന് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു എന്നുള്ള മീനിങ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അഡ്മിനിസ്ട്രേഷൻ വർക്ക് ബിഹൈൻഡ് ദ കർട്ടൻ എന്നാ പറഞ്ഞേക്കുന്നത്. കർട്ടന്റെ പിറകിൽ നിന്ന് എല്ലാ സംവിധാനങ്ങളും കാര്യങ്ങളും ഒക്കെ ശരിയാക്കി കൊടുക്കുന്നു. തീരുമാനങ്ങൾ എടുക്കുന്നതിന് ഒരു തിരശ്ശീലയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നു. ഇനി അടുത്ത് നോക്കിയേ, നെക്സ്റ്റ് സെന്റൻസ്. They directly handle policy and budget to generate better patient experience and ensure the safety of guests and staff. They directly handle policy and budget to generate better patient experience and ensure the safety of guests and staff. എന്താ ഇവിടെ പറഞ്ഞേക്കുന്നതെന്ന് നോക്കി. ഒരു എന്തിനു വേണ്ടിയിട്ടാണ്? ഡയറക്ട്ലി ഹാൻഡിൽ ദ പോളിസി ആൻഡ് ബഡ്ജറ്റ് ടു ജനറേറ്റ്, ഒരു ജനറേറ്റ് ചെയ്യാനായിട്ട് ബെറ്റർ പേഷ്യന്റ് എക്സ്പീരിയൻസ്, ഒരു മെച്ചപ്പെട്ട പേഷ്യന്റ് എക്സ്പീരിയൻസ്, അങ്ങനെ തന്നെ ഒരു മെച്ചപ്പെട്ട പേഷ്യന്റ് എക്സ്പീരിയൻസ് സൃഷ്ടിക്കുന്നതിനും, ജനറേറ്റ് ചെയ്യാന്ന് വെച്ചാൽ സൃഷ്ടിക്കുക, മെച്ചപ്പെട്ട ഒരു പേഷ്യന്റ് എക്സ്പീരിയൻസ് ജനറേറ്റ് ചെയ്യുന്നതിനും സൃഷ്ടിക്കുന്നതിനും ഗസ്റ്റിന്റെയും പിന്നെ അതുപോലെ തന്നെ ആരാ? സ്റ്റാഫ് അല്ലെ? ഗസ്റ്റിന്റെയും സ്റ്റാഫിന്റെയും സേഫ്റ്റി ഉറപ്പാക്കുന്നതിനും എന്ത് ചെയ്യുന്നു അവര്? ഡയറക്ട്ലി ഹാൻഡിൽ ദ പോളിസി ആൻഡ് ബഡ്ജറ്റ്. അവരെന്ത് ചെയ്യുന്നു? അവർ പോളിസികളും ബഡ്ജറ്റ്സും നേരിട്ട് കൈകാര്യം ചെയ്യുന്നു. ഡയറക്ട്ലി ഹാൻഡിൽ, അവര് നേരിട്ട് കൈകാര്യം ചെയ്യുന്നു. പറഞ്ഞത് ഒരു നല്ലൊരു പേഷ്യന്റ് എക്സ്പീരിയൻസ് ജനറേറ്റ് ചെയ്യുന്ന വേണ്ടിയിട്ട് ഗസ്റ്റിന്റെയും സ്റ്റാഫിന്റെയും സേഫ്റ്റി ഉറപ്പാക്കുന്നതിനും അവര് പോളിസീസും ബഡ്ജറ്റും നേരിട്ട് ഹാൻഡിൽ ചെയ്യുന്നു, നേരിട്ട് കൈകാര്യം ചെയ്യുന്നു. ഇനി അടുത്ത നോക്കിയേ, നെക്സ്റ്റ് സെന്റൻസ്. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഹാവ് ദോ നോളജ് ഓഫ് thorough എന്നാണ് കേട്ടോ ടീച്ചർ ചോദിച്ചത്. thorough knowledge of the regulatory framework in patient care. എന്ത് വേണം? ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഹാവ് thorough knowledge, ഒരു നല്ലൊരു അഗാധമായിട്ടുള്ള അറിവുണ്ടായിരിക്കണം. ഓഫ് ദ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഇൻ പേഷ്യന്റ് കെയർ, രോഗി പരിചരണത്തിലെ ഒരു ചട്ടക്കൂട്, ഒരു ഫ്രെയിംവർക്ക്, ഒരു
എന്താ പറയാ, രോഗികളെ എങ്ങനെയൊക്കെ പരിചരിക്കണം എന്നതിനെ കുറിച്ചൊക്കെ ഉള്ള പരിചരണത്തിലെ ഒരു നിയന്ത്രിതമായിട്ടുള്ള ചട്ടക്കൂടിനെ കുറിച്ച് ഒരു നല്ലൊരു അറിവുള്ള ആളായിരിക്കണം ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ്. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്നത് രോഗി പരിചരണത്തിലെ ഒരു നിയന്ത്രിതമായ ചട്ടക്കൂട്, അതാണ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. ഒരു നിയന്ത്രിതമായ ചട്ടക്കൂടിനെ കുറിച്ച് ഒരു നല്ലൊരു നോളജ് ഉള്ള ആളായിരിക്കണം. ഒരു തറോ നോളജ്, നല്ല ഒരു നോളജ്, അതൊരു സമഗ്രമായിട്ടുള്ള തറോ നല്ലൊരു അറിവ്, ഗാഠത്തിലോ അല്ലെ അഗാധമായിട്ടുള്ള ഒരു അറിവുള്ള ആളായിരിക്കണം ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഹാവ് തറോ നോളജ് ഓഫ് എന്തിനെ കുറിച്ച്? റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഇൻ പേഷ്യന്റ് കെയർ. പേഷ്യന്റ് കെയറിനെ കുറിച്ച് അതിന്റെ ഒരു ചട്ടക്കൂട്, നിയന്ത്രണമായ ഒരു ചട്ടക്കൂടിനെ കുറിച്ച് ഒരു നല്ലൊരു ഗാഠമായിട്ടുള്ള അറിവുള്ള ഒരു ആളായിരിക്കണം. Their responsibilities are, ഇനി അവർക്കുടെ റെസ്പോൺസിബിലിറ്റി നോക്കിയേ, are completely different from the responsibility of the doctor or physician. അവർക്കുടെ ഉത്തരവാദിത്തങ്ങൾ എങ്ങനെയാണ്? എന്തെങ്ങനെയാണ്? കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഫ്രം, പൂർണ്ണമായിട്ട് വ്യത്യാസമാണ്. ആരിൽ നിന്ന്? റെസ്പോൺസിബിലിറ്റി ഓഫ് എ ഡോക്ടർ ഓർ ഫിസിഷ്യൻ. ഫിസിഷ്യന്റെയോ അല്ലെങ്കിൽ ഒരു ഡോക്ടറിന്റെയോ റെസ്പോൺസിബിലിറ്റീസിൽ നിന്ന് തികച്ചും വ്യത്യാസമാണ്. കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. നമ്മൾ പറഞ്ഞല്ലോ എന്താണ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ? ഫസ്റ്റ് സെന്റൻസ് അതിനകത്ത് നമ്മൾ എങ്ങനെ പറഞ്ഞു? നോൺ ക്ലിനിക്കൽ അല്ലേ, ക്ലിനിക്കലുമായിട്ട് ബന്ധപ്പെടാത്ത. അപ്പൊ അവരുടെ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി, ഡോക്ടേഴ്സിന്റെ അല്ലെങ്കിൽ ഫിസിഷ്യന്റെ ആ റെസ്പോൺസിബിലിറ്റി, അവർക്ക് എന്താ? പേഷ്യന്റിനെയൊക്കെ നോക്കുക അല്ലെ എന്നുള്ള ഡ്യൂട്ടിയാണ്, മരുന്ന് കൊടുക്കുക, നോക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അവർക്കുടെ ആ റെസ്പോൺസിബിലിറ്റിയിൽ നിന്നും കംപ്ലീറ്റ് ആയിട്ട് വ്യത്യാസമാണ് ആർക്കടെ? ഈ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായോ? അവർക്കുടെ ഉത്തരവാദിത്തം, റെസ്പോൺസിബിലിറ്റി, ഈ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. ആരിൽ നിന്നാ? ആരുടെ റെസ്പോൺസിബിലിറ്റിയിൽ നിന്നാ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? ഫിസിഷ്യന്റെയും റെസ്പോൺസിബിലിറ്റീസിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഡിഫറെന്റ് ആണ്. അതുമായിട്ട് ഒത്തിരി വ്യത്യാസമുണ്ട്. When physician handle patients directly, ഫിസിഷ്യൻ എന്താ ചെയ്യുന്നേ? ഫിസിഷ്യൻ എന്താ ചെയ്യുന്നേ? ഹാൻഡിൽ പേഷ്യൻസ് ഡയറക്ട്ലി. പേഷ്യന്റിനെ ഡയറക്റ്റ് ആയിട്ട് നേരിട്ട് ഹാൻഡിൽ ചെയ്യുന്നു അല്ലെ? ഫിസിഷ്യൻ അങ്ങനെയല്ല ചെയ്യുന്നേ, പേഷ്യന്റിനെ നേരെ ഹാൻഡിൽ ചെയ്യല്ല ചെയ്യുന്നേ. ആണോ? അതെ. അതെ. വിശക്കുണ്ടോ? അതെയോ ഇത് കേട്ട് ബോറടിച്ചിട്ടാണോ? വിശന്നിട്ടാണോ? എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ അത് മനസ്സിലാക്കി എടുക്കണമെങ്കിൽ കുറച്ച് ഭയങ്കര എന്തോ പോലെ കുറച്ച് പാടാണ്. അതായത് നമുക്കൊന്ന് മനസ്സിലാക്കി എടുക്കണമെങ്കിൽ ഒരു പാടാണ്. അതാണ് ഞാൻ ഓരോ സെന്റൻസ് വൈസ് തന്നെ നിങ്ങളൊന്ന് എഴുതാൻ കിട്ടിയില്ലെങ്കിൽ എന്നോട് ചോദിക്കുക, ഞാൻ ഒന്നോടെ പറഞ്ഞു തരാം. അല്ലാതെ നമുക്ക് ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഓരോ സെന്റൻസ് വൈസ് നമുക്ക് വായിച്ചൊന്ന് മനസ്സിലാക്കി വെക്കാം. മീനിങ് പറയാണ്ട് മിസ് മൊത്തത്തിൽ പറയും മിസ്. സെന്റൻസിന്റെ മീനിങ് അറിയാം പറഞ്ഞോ, കുഴപ്പമില്ല. പക്ഷെ മീനിങ് പറയണേലും കുറച്ചുകൂടെ എന്താ സംഭവം എന്നൊന്ന് പറഞ്ഞാൽ മതി. ആ മീനിങ് ഇപ്പൊ എന്താ പറയാ, ഇത് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ മക്കളെ. അല്ലാതെ ഇതിപ്പോ ആ ഒരു പാരഗ്രാഫ് മുഴുവൻ വായിച്ചു ഞാൻ ഒറ്റ സെന്റൻസിൽ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കണ കാര്യമല്ല. അത് 3 സെന്റൻസ് 4 സെന്റൻസ് ആണ്. ഓരോ വാക്കിന്റെ അർത്ഥമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഒരു വേർഡ് ആയിട്ട് അർത്ഥം മൊത്തത്തിൽ പറയാൻ പറഞ്ഞാലും നമുക്ക് എന്താണ്, ഞാൻ ഓരോ സെന്റൻസും വായിച്ചിട്ട് അതിന്റെ മീനിങ് പറയുന്നത്. അല്ലാതെ ഇതിപ്പോ 3 കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. അത് 3ഉം കൂടി ഒറ്റയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. അല്ലെങ്കിൽ ഞാൻ എന്താ പറയാ, മൊത്തം പാരഗ്രാഫിന്റെ ഒറ്റ മീനിങ് ആയിട്ട് പറയണോ,
അതോ ഈ നമ്മൾ പഠിച്ച രീതിക്ക് തന്നെ? എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നിങ്ങൾക്ക് ഇതായിരിക്കും ആപ്റ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് സെന്റൻസ് വൈസ് തന്നെ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ നിങ്ങൾ ഇത് വായിക്കുമ്പോഴോ നിങ്ങൾക്ക് ഈ ഇപ്പൊ നമ്മൾ നോട്ട് ചെയ്യുന്ന ബുക്ക് കൂടി എടുത്ത് ഒരുമിച്ച് വായിച്ചാൽ ഓക്കെ ആവും. അല്ലാതെ നിങ്ങൾ ഒറ്റയടിക്ക് ഇത് പഠിക്കാൻ എന്താ പറയാ ഒരു പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം മനസ്സിലാവും എന്ന് അറിയില്ല. ഇപ്പൊ നമ്മൾ എന്താ പറഞ്ഞേ, നമുക്ക് അതിന്റെ റെസ്പോൺസിബിലിറ്റി എങ്ങനെയാണ്? ഈ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഈ ഡോക്ടറിന്റെയോ അല്ലെങ്കിൽ ഒരു ഫിസിഷ്യന്റെയോ റെസ്പോൺസിബിലിറ്റിയിൽ നിന്നും വളരെ വ്യത്യാസമുണ്ട്. കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ് അല്ലെ? അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്? വെൻ ദ ഫിസിഷ്യൻ ഹാൻഡിൽ പേഷ്യന്റ് ഡയറക്ട്ലി, ഫിസിഷ്യൻ എന്താണ് ഈ നേരെ ഹാൻഡിൽ ചെയ്യുന്നു, പേഷ്യന്റിന്റെ നേരിട്ടല്ലേ കൈകാര്യം ചെയ്യുന്നത്, നേരെ പേഷ്യന്റ് നോക്കുകയാണ്. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ സൂപ്പർവൈസ് ദ ഫെസിലിറ്റി ഇറ്റ്സെൽഫ്. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് അപ്പൊ എന്താ ചെയ്യുന്നത്? അതിനൊരു മേൽനോട്ടം വഹിക്കുക ചെയ്യുന്നത്. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് സൂപ്പർവൈസ് ദ ഫെസിലിറ്റി ഇറ്റ്സെൽഫ്. അപ്പോ ഈ ഫിസിഷ്യൻ എന്താ ചെയ്യുന്നേ? ഫിസിഷ്യൻ എന്താ അവിടെ ചെയ്യുന്നേ? രോഗികളെ നേരിട്ട് പരിചരിക്കും. രോഗികളെ നേരിട്ട് ഹാൻഡിൽ ചെയ്യുമ്പോൾ ഈ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്താ ചെയ്യുന്നത്? അവിടെ സൂപ്പർവൈസ് ചെയ്യുന്നേ. അതിനൊരു ആ ഫെസിലിറ്റിയിലെ അവിടെ കൊടുക്കുന്ന ആ ഫെസിലിറ്റിയിലേക്ക് ഒന്ന് സൂപ്പർവൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിന് എന്ത് ചെയ്യുന്നു? ഒരു മേൽനോട്ടം വഹിക്കുന്നു. മനസ്സിലായില്ലേ? അപ്പൊ ഇപ്പൊ തന്നെ ഇങ്ങനെ 2-3 പ്രാവശ്യം പറയുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തൂടെ? അപ്പോ ഫിസിഷ്യൻ എന്ത് ചെയ്യുന്നു? ഈ പേഷ്യന്റിനെ ഡയറക്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുമ്പോൾ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ അതിന് എന്ത് ചെയ്തു? ആ ഫെസിലിറ്റിക്ക് എന്ത് ചെയ്യുന്നു? ഒരു മേൽനോട്ടം വഹിക്കുന്നു, അതിനെ സൂപ്പർവൈസ് ചെയ്യുന്നത്. ഫെസിലിറ്റി ഇറ്റ്സെൽഫ്. ആൻഡ് യൂഷ്വലി ഹാവ് എ അദ്ദേഹത്തിന് എന്ത് വേണമെന്നാ പറഞ്ഞേക്കണേ? ബാച്ചിലേഴ്സ് ഡിഗ്രി ഓർ മാസ്റ്റർ ഡിഗ്രി ഇൻ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷനിൽ എന്ത് വേണം? ഒന്നില്ലെങ്കിൽ ബാച്ചിലർ ഡിഗ്രി അല്ലെങ്കിൽ മാസ്റ്റർ ഡിഗ്രി വേണം. കണ്ടോ? യൂഷ്വലി ഹാവ് എ ബാച്ചിലർ ഡിഗ്രി ഓർ മാസ്റ്റർ ഡിഗ്രി, ഡിഗ്രി അല്ലെങ്കിൽ PG അങ്ങനെ മാസ്റ്റർ ഡിഗ്രി ഒക്കെ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷനിൽ വേണം. എങ്കിലല്ലേ അതിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെ ഡിഗ്രി ഉള്ള ആള്, വെറും ഡിഗ്രി പോരാ, ഒന്നില്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി അല്ലെങ്കിൽ മാസ്റ്റർ ഡിഗ്രി എങ്കിലും വേണം. അത് ഏതിലാണ്? ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷനില്. പാരഗ്രാഫ് മനസ്സിലായോ? നോട്ട് ചെയ്തോ? ഒന്ന് വായിച്ചു നോക്കിയാ പാരഗ്രാഫ്. നിങ്ങൾ മനസ്സിലാക്കി എടുക്കാനേ ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. നിങ്ങളെ ഇപ്പൊ ഈ ഒരു പാരഗ്രാഫ് വാട്ട് ഈസ് എ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ, ആ പാരഗ്രാഫും നിങ്ങളിപ്പോ വെച്ച് നോട്ടും ഒന്നൊന്ന് കമ്പയർ ചെയ്ത് നോക്കി. ഞാൻ പറയുന്ന പോലെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ ആ ഫസ്റ്റ് സെന്റൻസ് വായിക്കുക. നിങ്ങൾ അത് നോട്ടിൽ നോട്ട് ചെയ്ത് വെച്ചേക്കുന്നതുമായിട്ടൊന്ന് കമ്പയർ ചെയ്തൊന്ന് വായിച്ചു നോക്കിയേക്കാം. ഒരുപാട് ഞാൻ എടുക്കണില്ല. ഞാൻ എന്താ പറയാ, അത് ഇപ്പൊ മറ്റു തന്നെ ഞാൻ പറഞ്ഞ 9 ക്ലാസ്സുകളിലാണ് നമ്മൾ മറ്റേ ചാപ്റ്റർ തീർത്തേ. നമുക്ക് ഒരുപാട് കാര്യം വലിച്ച് പോകണ്ട. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമുക്ക് പഠിക്കാനേ പറ്റുള്ളൂ. അല്ലാതെ മൊത്തത്തിൽ കൂടി ഒരുമിച്ച് ഒറ്റ ഇതായിട്ട് പറയാനും പറ്റില്ല. അങ്ങനെ നമുക്ക് എന്താ കോമൺ ആയിട്ട് ഇങ്ങനെ പറഞ്ഞു പോകാൻ പറ്റുന്ന കാര്യമില്ല. ഓരോ സെന്റൻസ് വൈസ് വായിച്ച് നിങ്ങളതൊന്ന് മനസ്സിലാക്കി നിങ്ങളുടെ നോട്ട് ചെയ്ത് വീണ്ടും രണ്ടും ഈ പ്രിന്റഡ് നോട്ടും നമ്മുടെ നോട്ടും കൂടി ഒന്ന് കമ്പയർ ചെയ്ത് നിങ്ങൾ 1-2 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓക്കെ ആയിക്കോളും. അപ്പൊ ഒറ്റയടിക്ക് നമുക്കിത് ഫസ്റ്റ് ടൈം തന്നെ കേൾക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ഒറ്റയടിക്ക് മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മളിപ്പോ ക്ലാസ്സിൽ തന്നെ ഒരുപാട് പ്രാവശ്യം പറയണ്ടല്ലോ. അതും നിങ്ങളിപ്പോ നോട്ട് ചെയ്ത നോട്ട് കൂടി ഒന്ന് വായിച്ചു നോക്കി. അത് ആർക്കൊക്കെ ഈ ഒരു പാരഗ്രാഫ് മനസ്സിലായെന്നൊന്ന് പറഞ്ഞു. വാട്ട് ഈസ് എ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞ ഇത് ഇത്ര വലിയ കാര്യമൊന്നുമില്ല. ആകെ ഉള്ളത് പറയാനുള്ളത് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ്, ഡോക്ടേഴ്സ് അല്ലെ ഫിസിഷ്യൻസ്, അവര് നേരിട്ട് രോഗികളെ പരിശോധിക്കുന്നു. അതേ സമയത്ത് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ കാര്യം മനസ്സിലായി. ഇത്രയുള്ള സംഭവമുള്ളൂ. ഒന്നുമില്ല. ഹെൽത്ത് കെയർ പറയുമ്പോഴേ മലയാളം പോലും ഭയങ്കര പ്രശ്നം.
ഇതിപ്പോ നിങ്ങൾ വായിക്കുക, പാരഗ്രാഫ് വായിക്കുക, ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇതിന്റെ മോക്ക് ടെസ്റ്റിംഗ് നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾക്ക് അത് കിട്ടിക്കോളും. നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ ഓരോ ഇത് മലയാളം പറയാതെ നേരിട്ട് ആ ഇംഗ്ലീഷ് അങ്ങോട്ട് മനസ്സിലാക്കി വെച്ചാൽ മതി. അത് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുക, അതുപോലെ പോളിസീസ് ഉണ്ടാക്കുക, പിന്നെ രോഗി പരിചരണത്തില് വേണ്ട, പിന്നെ അവര് നല്ല പിന്നെ രോഗികൾക്ക് സാറ്റിസ്ഫാക്ഷൻ ആവുന്ന വിധത്തിലുള്ള പോളിസീസ് ഒക്കെ ഉണ്ടാക്കുക, ബഡ്ജറ്റിങ് അതെല്ലാം ചെയ്യുക. അങ്ങനെ ബാക്കിൽ ഇരുന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണെന്ന് മാത്രമേ ഇപ്പൊ ഇത്രയും നേരം പറഞ്ഞതിലുള്ളൂ സംഭവം. മിസ് അത് പറയട്ടെ. നിങ്ങളത് വായിച്ചു നോക്കിയാ, ഒരു പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കിയേ മിസ്സേ. അതായത് എനിക്ക് ഞാൻ പറഞ്ഞോട്ടെ. ആ പറ, ആരാണ് പറയുന്നേ? ഒന്ന് പേര് പറഞ്ഞേ. ഷിനു. ഷിനു. ആ പറഞ്ഞോ ഷിനു. മിസ്, അതായത് ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലോ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷനിലോ ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ അവിടുത്തെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാനായിട്ട് ഒരു തിരശ്ശീലയുടെ പുറകിൽ നിന്നും പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഓക്കെ, അതാണ് ഫസ്റ്റ് സെന്റൻസിൽ നമ്മൾ പറയുന്നത് കർട്ടൻ ബിഹൈൻഡ് അല്ലെ. അതാണ് അതിന്റെ പിന്നില് ഡയറക്ട്ലി ആ പേഷ്യന്റുമായിട്ട് ഒരു ഇതും ഹാൻഡിൽ ചെയ്യുന്നില്ല. അതിനെ ഒരു എന്താ പറയാ, അതിനൊരു സൂപ്പർവൈസ് ചെയ്യുകയും മാത്രമേ ചെയ്യുന്നുള്ളൂ. അതിനകത്ത് ഇത് മൊത്തം നമ്മൾ പറഞ്ഞു വന്ന കാര്യങ്ങൾ മൊത്തം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. ഇപ്പൊ നമ്മൾ ഈ ഒരു പാരഗ്രാഫ് നിങ്ങൾക്ക് അത് എത്രത്തോളം മനസ്സിലായെന്ന് അറിയില്ല. നമ്മൾ നോട്ട് ചെയ്ത് വെച്ചതും നിങ്ങൾ 1 or 2 പ്രാവശ്യം നിങ്ങൾ അതൊന്ന് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി അത് പഠിച്ചോളൂ. പിന്നെ നമ്മൾ ഇതിന്റെ എന്താ പറയാ, നമ്മൾ ഇത് ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ടല്ലല്ലോ പഠിക്കുന്നത്, അതിന്റെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണല്ലോ വരുന്നത്. അപ്പൊ മോക്ക് ടെസ്റ്റിലാണെങ്കിലും 5 ക്വസ്റ്റ്യൻ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഓരോ നമ്മൾ 2 പാരഗ്രാഫും വരുമ്പോ തന്നെ 5 ക്വസ്റ്റ്യൻ വീതമാകുമ്പോ ഒരുവിധം ക്വസ്റ്റ്യൻസ് ഒക്കെ പോകും, നമ്മൾ പറഞ്ഞും എഴുതിയൊക്കെ പോകും. അപ്പൊ നിങ്ങൾ ഇപ്പൊ നമ്മൾ പറയുമ്പോ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഇടുമ്പോ ഇതില് വന്ന അതേ സംഭവം തന്നെ ഇപ്പം അതേ വാക്കുകൾ തന്നെ നമ്മൾ ഉപയോഗിക്കണം എന്നുള്ളതാണ് ഇതിന്റെ ഒരു വല്ലാത്ത പ്രശ്നം. സംഭവം ഒന്നായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ ഒന്നുമില്ല, നമ്മളെ വാക്യത്തിൽ പറയുകയാണെങ്കിൽ പ്രശ്നമില്ല. പക്ഷെ ഈ ഒബ്ജക്റ്റീവ് നമ്മളെ എന്താ പറയാ, നിങ്ങളോട് ആണെങ്കിൽ ഓക്കെ യൂറോൺ സെന്റൻസ് നിങ്ങൾക്ക് എഴുതാം കാര്യം. ഇതിപ്പോ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ്, ആൻസർ ഓൾറെഡി അതില് വരുന്ന അതേ വേർഡിങ് തന്നെ നമ്മൾ നോക്കി ഇത് കംപ്ലീറ്റ് ബൈ ഹാർട്ട് ആക്കേണ്ട ഒരു സാഹചര്യമാണ് ഈ വരുന്നത്. അതേ വേർഡിങ് തന്നെ കൊടുക്കണം എന്നുള്ളതാണ്. അപ്പൊ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, ക്വസ്റ്റ്യൻസ് നോക്കി ഈ ഇന്നിപ്പോ എടുത്ത അത്രയും വെച്ചിട്ട് 5 ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. അപ്പൊ അതിന് നിങ്ങൾ വായിച്ച് ഇന്നിപ്പോ നമ്മൾ എഴുതി വെച്ച നോട്ടും ഈ പ്രിന്റഡ് നോട്ടും ഒക്കെ വായിച്ച് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അത്രേ ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ. നെക്സ്റ്റ് എടുക്കണോ? Okay, how to become a health administrator. ഇതൊക്കെ തന്നെയാണ് ഇനി വരുന്നത്. എങ്ങനെ നമുക്ക് ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്തോ പറയുന്നുണ്ട് എന്തോ. മിസ്സേ, ഇത് നാളെ അടുത്ത പോർഷൻ അടുത്ത ദിവസം എടുത്താൽ മതി. മിസ് ഒരു പ്രാവശ്യം കൂടെ ആദ്യം മുതൽ ഇപ്പൊ നമ്മൾ നിർത്തിയത് വരെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിടും, ഒന്ന് ഓടിച്ചു വിടും. ശരിക്കും പറഞ്ഞത് ഹോസ്പിറ്റലിലാണ് ചിന്തിക്കുമ്പോ ഹോസ്പിറ്റലിന്റെ എല്ലാ കാര്യങ്ങളും ഒരു ജോലിക്കാരുടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നതും മേൽനോട്ടം വഹിക്കുന്നതും അഡ്മിനിസ്ട്രേഷനാണോ ഉദ്ദേശിച്ചത്? അവിടുത്തെ നമ്മൾ ആ ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ പറഞ്ഞു എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ സ്റ്റാഫിനെ സൂപ്പർവൈസ് ചെയ്യുക. നിങ്ങൾ ആ ഫസ്റ്റ് ഇതിനകത്ത് നോക്കി എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ വരുന്നത്. മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ of public healthcare system, healthcare hospital network in the primary, secondary, tertiary sectors. ഫസ്റ്റ് സെന്റൻസ് നോക്കി മൊത്തത്തിലുള്ള എല്ലാത്തിന്റെ ഒരു മാനേജ്മെന്റ് ആണ് അവിടെ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ കൺട്രോൾ, കോർഡിനേറ്റ് മെഡിക്കൽ ആൻഡ് ഹെൽത്ത് കെയർ സർവീസ് ഫോർ ഓർഗനൈസിംഗ് ആൻഡ് ബിസിനസ്. പിന്നെ മാനേജ് ദ ബെനിഫിറ്റ്സ് ഓഫ് എംപ്ലോയീസ് ആസ് വെൽ ക്രിയേറ്റ് കണക്ഷൻ ബിറ്റ്വീൻ ആ ഫിസിഷ്യനും ഈ എന്താണ് ആ എംപ്ലോയീസിന്റെ ബെനിഫിറ്റ്സ് തമ്മിലുള്ള ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുന്നു. റിക്വയർമെന്റ് നീഡ് broad background in business skills and specialized knowledge of the healthcare field. ഉണ്ടോ? അത് നിങ്ങൾ ഇപ്പൊ നിങ്ങൾ പറയുന്ന രീതിക്ക് അത്ര ഇതില്ല. നിങ്ങളിപ്പോ ഇന്ന് തന്നെ
എന്ത് ചെയ്യുക, നമ്മൾ എഴുതി വെച്ച നോട്ടും ഈ പ്രിന്റഡ് നോട്ടും ആയിട്ട് ഒരു 2-3 പ്രാവശ്യം നിങ്ങളൊന്ന് 2-3 പ്രാവശ്യം ഇല്ലെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും അതുമായിട്ട് കമ്പയർ ചെയ്ത് നിങ്ങളൊന്ന് നോക്കാം. പിന്നെ രണ്ടാമത്തെ പാരഗ്രാഫിൽ നമ്മൾ എന്താ പറയാ, എന്താണ് ഹോസ്പിറ്റൽ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്നാ പറഞ്ഞത്, അതിന് ഒരു സെന്റൻസ് ആയിട്ട് നമ്മൾ അത് എഴുതി വെച്ചു. എന്താണ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ, അത് നോക്കി എന്താ അവിടെ എഴുതി വെച്ചേക്കുന്നത്. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ എന്താ, ഫസ്റ്റ് നമ്മൾ എഴുതിയത് തന്നെ എന്താ എഴുതി വെച്ചേക്കുന്നത്. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ ഇസ് ദ മാനേജ്മെന്റ് ഓഫ് ദ നോൺ ക്ലിനിക്കൽ ഫംഗ്ഷൻ. ആ ഒരു വേർഡിൽ നിന്ന് തന്നെ പറഞ്ഞു, ചികിത്സാ സംബന്ധമല്ല, നോൺ ക്ലിനിക്കൽ ആണ് അല്ലെ, നോൺ ക്ലിനിക്കൽ ഫംഗ്ഷൻസ്. അത് ഇൻവോൾവ് in ഏതൊക്കെ, ഓപ്പറേറ്റിംഗ് ഹെൽത്ത് കെയർ ഫെസിലിറ്റി ഫ്രം ഡേ ടു ഡേ ഓപ്പറേഷൻ to staffing to budgeting and finance to long term strategic planning to ensure എന്തിനു വേണ്ടിയിട്ടാണ്, സക്സസ് ഓഫ് ദ ഹെൽത്ത് കെയർ പ്രൊവൈഡർ ഓർ സിസ്റ്റം. ഇതിന്റെ സക്സസിന് വേണ്ടിയിട്ട് ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ നടത്തിപ്പിൽ വരുന്ന, അതിന്റെ കീഴിൽ വരുന്ന എല്ലാ നോൺ ക്ലിനിക്കൽ ഫംഗ്ഷനുകളുടെയും ഒരു മാനേജ്മെന്റിനെയാണ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത സെക്കൻഡ് പാരഗ്രാഫിലെ നേച്ചർ, സ്കോപ്പ് ആൻഡ് സിഗ്നിഫിക്കൻസ് ആണ്. അതിനകത്ത് എന്താ നമ്മൾ പറഞ്ഞത്, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ ഈസ് ഓൾസോ കോൾഡ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്നൊക്കെ പറയുന്നു. ഇതിനകത്ത് എന്തൊക്കെയാ ഉൾപ്പെടുന്നതെന്നാ പറഞ്ഞേക്കുന്നത്, എന്തൊക്കെയാ വരുന്നത് അതിനകത്ത്. It includes making both the daily and long-term decisions that indicate the healthcare system and business strategies. Right? ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞേക്കണേ മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്നും അല്ലെങ്കിൽ ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്നൊക്കെ അറിയപ്പെടുന്നു. ഇത് ഈ ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങളുടെ അതിന്റെ ബിസിനസ് സ്ട്രാറ്റജീസിനെ സൂചിപ്പിക്കുന്ന ഒരു ഡെയിലി ലോങ് ടൈം ആയിട്ടുള്ള ഒരു തീരുമാനങ്ങൾ ഒക്കെ എടുക്കുന്ന, ഡിസിഷൻ എടുക്കുന്നത് ഇതിനകത്ത് ഉൾപ്പെടുന്നു. പിന്നെ അതിനകത്ത് എന്താ ലാസ്റ്റ് പറഞ്ഞേക്കുന്നത്, ഹെൽത്ത് കെയർ ഹോസ്പിറ്റൽ, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ, പിന്നെ അതുപോലെ ലാസ്റ്റ് ലോങ് ടൈം കെയർ ഫെസിലിറ്റി, ഹെൽത്ത് കെയർ സിസ്റ്റം, നേഴ്സിംഗ് ഹോം, ഫാർമസിസ്റ്റ് ആൻഡ് ഹെൽത്ത് കെയർ ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സ് എന്നിവയൊക്കെ ഉൾപ്പെടുന്ന ഒരു ചലനാത്മകമായ, ഡൈനാമിക് ആയിട്ടുള്ള, കോംപ്ലക്സ് ആയിട്ടുള്ള, സങ്കീർണമായിട്ടുള്ള എന്നിവയുടെയൊക്കെ ഒരു ആരോഗ്യം ഒക്കെ നിയന്ത്രിക്കുന്ന, കൺട്രോൾ ചെയ്യുന്നതും. പിന്നെ അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ 3 കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ, മാനേജ്, ലീഡ്സ് ആൻഡ് ഓവർസീസ് കണ്ടോ, എന്നിവയുടെ പ്രവർത്തനം നിയന്ത്രിക്കുകയും മേൽനോട്ടം വഹിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതിയാണ് ഹോസ്പിറ്റൽ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. പിന്നെ അടുത്ത ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞത്. ഇമ്പോർട്ടൻസിൽ എന്താ പറഞ്ഞേക്കാം, ഇൻവോൾവ്സ് ദ ഹെൽപ്പിംഗ് എ ഫെസിലിറ്റി ഓപ്പറേറ്റ് ഡെയിലി, പ്രിപ്പയറിംഗ് പ്രോഗ്രാംസ് ഫോർ ദ പബ്ലിക്, ട്രെയിനിങ് ന്യൂ എംപ്ലോയീസ് ആൻഡ് അസിസ്റ്റിംഗ് എവരി പേഷ്യന്റ്. എന്താ പറഞ്ഞേക്കുന്നത്, ഇമ്പോർട്ടൻസ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷന്റെ പ്രാധാന്യം എന്താ പറഞ്ഞേക്കുന്നത്, എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ്, ഏതൊക്കെയാ വരുന്നത്, ഹെൽപ്പിംഗ് facilities operate daily, preparing programs for the public, training new employees and assisting എല്ലാ പേഷ്യൻസിനെയും എന്ത് ചെയ്യാം, അസിസ്റ്റ് ചെയ്യുക. പിന്നെ അടുത്ത് നമ്മളെ റോൾ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. അപ്പൊ ആരാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ? ഇതാണ് ഫസ്റ്റ് സെന്റൻസ് അല്ലേ. Hospital administrator are accountable for organizing and supervising the health service and everyday activity of a hospital or healthcare facility. ഒരു ഹോസ്പിറ്റലിലെയോ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലെയോ അവിടെ നടക്കുന്ന എല്ലാ ദിവസത്തെ എവരിഡേ ആക്ടിവിറ്റീസിനെയൊക്കെ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സർവീസിനെയൊക്കെ ഓർഗനൈസ് ചെയ്യുകയും അതിലേക്ക് ഒരു സൂപ്പർവൈസർ മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്ന, അതിന് ഉത്തരവാദിത്തമുള്ള ഒരു ആളാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. പിന്നെ ഫസ്റ്റ് അടുത്ത് തന്നിരിക്കുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ സെന്റൻസ് ആണ്. അതായത് നോൺ ക്ലിനിക്കൽ ഫംഗ്ഷൻസിന്റെ ഒരു മാനേജ്മെന്റ് ആണ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ. ആകെ 3 പാരഗ്രാഫ് ഇന്ന് എടുത്തിട്ടുള്ളൂ. ഇത് ഇന്ന് നിങ്ങൾ വായിക്കും, ഇന്ന് തന്നെ ഒന്ന് വായിച്ചു വെക്കോ. ഇനി നെക്സ്റ്റ് മൺഡേ ഉള്ളൂ നമുക്ക് ക്ലാസ്. ഇന്ന് തന്നെ വായിച്ചു വെക്കോ. വായിക്കാം.
ഇനി ഹെൽത്ത് പറഞ്ഞ ഡയറക്ട്ലി പേഷ്യന്റുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന ഒരാളല്ല. ഇങ്ങനെയുള്ള അദ്ദേഹം എന്താണ് ആ ഒരു കർട്ടന്റെ ഒരു ബാക്കിൽ നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഫെസിലിറ്റീസ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലെ എല്ലാ സംവിധാനങ്ങളും ഒക്കെ ഒരു എല്ലാ സംവിധാനങ്ങളൊക്കെ സജ്ജമാക്കി കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ അദ്ദേഹം ഡയറക്ട്ലി ഹാൻഡിൽ ദ പോളിസി ആൻഡ് പ്രൊജക്ട് ടു ജനറേറ്റ് ബെറ്റർ പേഷ്യന്റ് എക്സ്പീരിയൻസ് ആൻഡ് എൻഷുർ എന്താണ് ഉറപ്പുവരുന്നത് സേഫ്റ്റി ഓഫ് ഗസ്റ്റ് ആൻഡ് സ്റ്റാഫ് ഒക്കെ ഉറപ്പുവരുത്തുന്നു. പിന്നെ അതുപോലെ തന്നെ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ ഹാവ് ഒരു ഗാഠമായിട്ടുള്ള നോളജ് ഉണ്ടായിരിക്കണം. റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഇൻ പേഷ്യന്റ് കെയറിൽ നല്ലൊരു നോളജ് ഉള്ള ഒരാളായിരിക്കണം. റെസ്പോൺസിബിലിറ്റി ആരിൽ നിന്നാണ്? ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഫിസിഷ്യന്റെ റെസ്പോൺസിബിലിറ്റിയിൽ നിന്നും. അവർക്കുടെ റെസ്പോൺസിബിലിറ്റി വേറെയല്ലേ? അങ്ങനെയുള്ള അവരുടെ ചികിത്സ ക്ലിനിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ, ചികിത്സാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഡോക്ടേഴ്സിന്റെ ഒക്കെ റെസ്പോൺസിബിലിറ്റി വരുന്നത്, അല്ലെങ്കിൽ ഫിസിഷ്യന്റെ. അപ്പൊ ഈ ഡോക്ടേഴ്സിന്റെ ഫിസിഷ്യന്റെ ഒക്കെ റെസ്പോൺസിബിലിറ്റിയിൽ നിന്നും കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. ഓക്കെ. പിന്നെ ഫിസിഷ്യൻ അവരെ പേഷ്യന്റിനെ ഡയറക്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുമ്പോൾ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്താ ചെയ്യുന്നേ? അതിനെ ഒന്ന് സൂപ്പർവൈസ് ചെയ്യുന്നു, അതിനൊരു മേൽനോട്ടം നടത്തുന്നു, ആ ഫെസിലിറ്റിനെ സൂപ്പർവൈസ് ചെയ്യുന്നു. സൂപ്പർവൈസ് ദ ഫെസിലിറ്റി ഇറ്റ്സെൽഫ്. അതിനെ ആ ഫെസിലിറ്റി അവിടെ കൊടുക്കുന്ന സംവിധാനങ്ങളെയൊക്കെ ഫെസിലിറ്റിനെ ഒന്ന് സൂപ്പർവൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഈ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഫിസിഷ്യൻ പേഷ്യന്റിനെ നേരിട്ട് ഹാൻഡിൽ ചെയ്യുമ്പോൾ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ത് ചെയ്യുന്നു? ആ ഫെസിലിറ്റീസ് അവർക്ക് കൊടുക്കുന്ന ആ ഫെസിലിറ്റീസിനെ സൂപ്പർവൈസ് ചെയ്യുന്നു. പിന്നെ അദ്ദേഹത്തിന് യൂഷ്വലി ഹാവ് എ ബാച്ചുലർ ഡിഗ്രി ഓർ മാസ്റ്റർ ഡിഗ്രി ഇൻ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷനിൽ ഒരു ബാച്ചുലർ ഡിഗ്രി അല്ലെങ്കിൽ മാസ്റ്റർ ഡിഗ്രി ഉള്ള ഒരു ആളായിരിക്കണം ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ. അപ്പൊ ആകെ കുറച്ച പഠിച്ചോളൂ. ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഞങ്ങളിത് പഠിക്കണപ്പോ വെറുതെ ആവുന്നാല് എന്തോ വെച്ചാല് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഒരു ബാച്ചിലർ ഡിഗ്രി ഒന്നും അല്ലല്ലോ ഇതിപ്പം ബാച്ചിലർ. അപ്പൊ ഇത് പഠിക്കുന്ന വെറുതെ അല്ലേ ആവുക? അതെങ്ങനെ വെറുതെ ആവുക? എന്താന്ന് വെച്ചാല് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് അല്ലേ ഇത്? ഇതെന്താണ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഇതിനകത്ത് പറഞ്ഞത് വെച്ചാൽ മാസ്റ്റർ ഈ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്ററിൽ ഒരു മാസ്റ്റർ ഡിഗ്രി അല്ലെങ്കിൽ മാസ്റ്റർ ഡിഗ്രി ഉള്ള ആളായിരിക്കണം എന്ന് പറഞ്ഞു എന്നുള്ളൂ. നിങ്ങൾക്ക് ഇവിടെ +2 ആണ് നമുക്ക് ബേസിക് ക്വാളിഫിക്കേഷൻ പറഞ്ഞേക്കുന്നേ. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് നിങ്ങൾക്ക് ഈ കോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടും. അതിനകത്ത് പ്ലേസ്മെന്റും അവർ പറയുന്നുണ്ട് അല്ലേ? അതനുസരിച്ച് നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് ഹോസ്പിറ്റലിൽ ഒരു ജോലി കിട്ടും. അതിന് വേണ്ടി അല്ല നമ്മള് ജോലിക്ക് ചെല്ലണ വഴി അഡ്മിനിസ്ട്രേഷൻ പോസ്റ്റിലേക്കൊന്നും വരൂല. നമ്മള് താഴെ ചെറിയ ജോബ് നിങ്ങളോട് ഇവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ അന്ന് സാറുമായിട്ട് കുറെ നേരം സംസാരിച്ചല്ലോ. എന്തായാലും ഈ കോഴ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റും കിട്ടും, പ്ലേസ്മെന്റ് ഉണ്ടെന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അതുപോലെ അത് ഇതാവുകയും ചെയ്യും. ഇനി നിങ്ങൾക്ക് ഈ കോഴ്സിനെ കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ ഇവിടെ ഡയറക്റ്റ് നിങ്ങൾക്ക് സാറുമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറഞ്ഞു തരാനില്ല. ഞങ്ങൾക്ക് പറഞ്ഞിരുന്ന നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു സെന്റൻസ് ലാസ്റ്റ് ഒരു സെന്റൻസ് അങ്ങനെ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷനിൽ ഒരു മാസ്റ്റർ ഡിഗ്രി അല്ലെങ്കിൽ ബാച്ചുലർ ഡിഗ്രി ഉള്ള ആളായിരിക്കണം. ഇപ്പൊ നമ്മൾക്ക് ഡിഗ്രി ഒന്നും ക്വാളിഫിക്കേഷൻ ഇല്ല. ഇത് ഡയറക്ട്ലി ഈ ഒരു 6 മാസം കോഴ്സ് കൊണ്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഫുള്ള് ഇപ്പൊ എത്ര ചാപ്റ്ററുകൾ തന്നെ നമ്മൾ കവർ ചെയ്തേ. അത് പ്ലേസ്മെന്റും ഇവിടെ പറയുന്നുണ്ട്. ഈ ജോലിയുടെ കാര്യത്തിലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യത്തിലോ ഒന്നും ആരും ടെൻഷൻ അടിക്കണ്ട. ഇപ്പൊ നിങ്ങൾ ഇനിയിപ്പോ ലാസ്റ്റ് എക്സാം ആണ് നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അല്ലേ? ലാസ്റ്റ് എക്സാം ആണ്. അപ്പൊ ഇനി വളരെ സമയം കുറച്ചുള്ളൂ. എക്സാം എന്നത്തേക്കാണോ അല്ലെ എങ്ങനെയാന്നൊക്കെ നമ്മൾ ഫസ്റ്റ് ഇട്ടാല് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ അല്ലേ? നമ്മുടെ അതാണ് നമ്മള് 6 മാസത്തെ ഒരു കോഴ്സ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആവില്ല പെട്ടെന്നൊന്നും. നമ്മളാദ്യം ഇപ്പൊ എന്താ പറയാ, നമ്മൾ 3 ക്ലാസ്സേ എടുത്തിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ 3 പാരഗ്രാഫ് പറഞ്ഞപ്പോ അത് നോക്കിയിട്ടുള്ളൂ. അപ്പൊ അത് നിങ്ങൾ ഇന്ന് തന്നെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മൾ എഴുതിയ ഈ ഡെഫിനിഷൻ ഒന്നും അതേപോലെ കാണാതെ പഠിക്കണ്ട.
അപ്പൊ ഇന്ന് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇതിനകത്ത് പറഞ്ഞേക്കുന്നത് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ ഇന്ന് ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഇനിയിപ്പോ മൺഡേ അല്ലേ ഉള്ളൂ, അപ്പത്തേക്ക് ഇത് മറക്കരുത്. ഓക്കെ, ഒന്ന് വായിച്ചിട്ട് മൺഡേക്ക് വരുമ്പോ നമുക്ക് ബാലൻസ് നോക്കാം. ഓക്കെ, ഇതുപോലെ തന്നെ വൺ വേർഡ് ക്വസ്റ്റ്യൻ പറഞ്ഞു തരില്ലേ മാം? എന്തോ ഇതിന്ന് വൺ വേർഡ് ക്വസ്റ്റ്യൻ പറഞ്ഞു തരാമോ ഈ ലെസണിന്? നിങ്ങൾക്ക് ഇപ്പൊ 5 ക്വസ്റ്റ്യൻ ഇന്ന് ഉണ്ടാവും. പിന്നെ ഈ ചാപ്റ്റർ കഴിയുമ്പോൾ ലാസ്റ്റ് നമുക്ക് വരുന്ന എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതുകൂടി നമുക്ക് നോക്കാം കേട്ടോ. അത് നിങ്ങൾ ഓർക്ക് ടെൻഷൻ അടിക്കണം. നിങ്ങൾ ഒരുപാട് ഓവർ മൈൻഡ് എന്തിനാ ഇതിലേക്ക് അങ്ങോട്ട് എന്താ പറയാ, അങ്ങനെയാണോ ഇങ്ങനെയാണോ. ഇപ്പൊ ഒരു ജസ്റ്റ് ഒരു സെന്റൻസ് എന്താണ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ ബാച്ചിലർ ഡിഗ്രി അല്ലെങ്കിൽ മാസ്റ്റർ ഡിഗ്രി ഉള്ള ഒരാളായിരിക്കണം, അത്രേ പറഞ്ഞുള്ളൂ. അപ്പൊ അത് എന്താ പറയാ, ഇത് അതിന് പകരം നമ്മളിവിടെ എന്താണ് ഈ ഒരു 6 മാസത്തെ കോഴ്സ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഇവിടുന്ന് കിട്ടും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്ലേസ്മെന്റ് പറഞ്ഞിട്ടില്ലേ. എനിക്ക് സംസാരിക്കാൻ പറ്റുള്ള, എനിക്ക് കണ്ടിന്യൂസ് ഇങ്ങനെ ഇരുന്നിട്ട് ഭയങ്കര തൊണ്ടവേദനയും എടുക്കുന്നുണ്ട്. അപ്പൊ എന്താ പറയാ, അത് ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട മക്കളെ. നിങ്ങൾ ഇവിടെ എന്താ പറയാ മാക്സിമം നിങ്ങൾക്ക് കിട്ടുന്ന സമയം, ഇനിയിപ്പോ എക്സാം ആണ് നിങ്ങളുടെ മുന്നിലുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് എക്സാം എത്ര ഇതാകുമ്പോഴത്തേക്കും വരുമെന്ന് നമുക്കറിയില്ല. ചിലപ്പോ എങ്ങനെയാ ഷെഡ്യൂൾ ചെയ്തേക്കണെന്നും അറിയില്ല. അപ്പൊ ചിലപ്പോ ഇങ്ങനെ 3rd 4th മറ്റേ ആദ്യത്തെ പോലെ 3rd 4th കഴിഞ്ഞിട്ട് ഒരു എക്സാം ഉണ്ടാവും, എന്നിട്ടായിരിക്കും ഫൈനല്. അപ്പൊ എങ്ങനെയാണെന്നുള്ള അതൊക്കെ നിങ്ങൾക്ക് എന്താ പറയാ സമയത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. നിങ്ങളിപ്പോ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, എന്നാ ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ. ഓക്കെ മാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു.